ഇന്നും അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇന്നും അവർ പറയും, ഈ 35 വർഷത്തിന് ശേഷവും അവർ ആ പടത്തിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും. ഞാൻ തന്നെ അതിൻ്റെ കഥാപാത്രം മറന്നുപോയി. അന്നത്തെ അമ്മമാർ എന്നെ കണ്ട വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. കാരണം എൻ്റെ അമ്മയുടെ പേഷ്യൻസ് അമ്മ ഡോക്ടറെ തന്നെ പറയും, ഡോക്ടർ എത്ര പാവാ, ഡോക്ടർ മകൻ പോയല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മകനുണ്ടായതില്ല. അമ്മ പാവം കരഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി ഭയങ്കരമാണ് ശരിക്കും. എന്നെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ സീൻസ് അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടുകയാണ്. കാരണം ആ സമയങ്ങളിലാണ് എന്നിൽ ഒരു വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണത്തിൽ ഒന്ന് സച്ചിത്രയുടെ ക്യാമറമാൻ സോമേന്ദ്ര റോയിയുണ്ട്. സോമേന്ദ്ര റോയിയോട് ഞാൻ 2 പടം ചെയ്തായിരുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങൾ സംസാരിക്കും. പിന്നെ നിൻ്റെ സംസാരം നീ ചെയ്യുന്ന സിനിമകളും തമ്മിൽ ഒരു ബന്ധം. ഞാൻ MGR സിനിമ, ഇടിയുടെ സിനിമ, ഞാൻ ഇടിയുടെ എണ്ണം നോക്കിയ സിനിമ കണ്ടിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. ഞാൻ സ്കൂളുകളിൽ 10 സ്കൂൾ മാറിയിട്ടുണ്ട് ഈ അടിയും കുത്തും ബഹളക്കാരൻ. കാരണം ഈ സിനിമ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സ്റ്റുഡൻറ് ലീഡറായിട്ട് തല്ലിപ്പൊളി, അത് ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ അതിൻ്റെ ബോഡിയിലത് എന്നൊക്കെ എടുത്തിട്ട് പോകാനൊന്നും ഭയങ്കര അടി കുത്തുമൊക്കെ ഉണ്ടാകുന്ന ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഡാൻസ് മറ്റത് അങ്ങനെ ലൈക്ക് ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് അവര് ഇത് പീപ്പിൾ ഹു എൻജോയ് ഇറ്റ് ദേ ആർ ഓൾസോ ആൻ ആർട്ടിസ്റ്റ് ബിക്കോസ് ദേ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ആക്ച്വൽ റിലേഷൻ ടു ഇറ്റ്. So it is there within you. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം രവീന്ദ്രൻ അദ്ദേഹമാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ മെമ്മറീസിലല്ല പ്രസന്റിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓ, എന്തൊരു ചോദിച്ചത്. വാഴയാണല്ലോ പുതിയ വിശേഷം. വാഴ 2. അതെ, വാഴ 2 എങ്ങനെയാണ് പ്രതികരണം? ഇപ്പം തിയേറ്ററും സോഷ്യൽ മീഡിയ ഒക്കെ വാഴ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ല, ഭയങ്കര പ്രതികരണമാണ് ആക്ച്വലി. ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എഡിറ്ററും ഡയറക്ടറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡബിങ് തിയേറ്ററിലെല്ലാം വന്ന് ഭയങ്കര ചിരിയും ബഹളമായിരുന്നു. ഈ സീൻ തിയേറ്ററിൽ റോക്ക് ചെയ്യുന്നുള്ളത് ഡബ് ചെയ്യുമ്പോൾ തൊട്ട് എല്ലാവരും വിശ്വസിച്ചു. നമ്മുടെ ടെക്നീഷ്യൻസ് ഫുള്ളായി സംഭവിച്ചു. പിന്നെ അതുപോലെ തന്നെ സംഭവിച്ചു. അവരത് ഭയങ്കരമായിട്ട് ഞാൻ വരുമ്പോൾ ആക്ച്വലി ഈ രക്ഷെല്ലാം കണ്ട് ഡബ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി മാത്രമായിട്ട് ബഹറിൽ നിന്ന് വന്നതാണ്. കാരണം പിന്നീട് ഞാൻ ബഹറിനിൽ പല വർക്കുകളും ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വൈകിപ്പോയാലെന്ന് വിചാരിച്ച് ഞാൻ ഈ 2 ദിവസം മുതൽ വന്ന് ഞാൻ തിരിച്ചു പോയത് ഡബ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വരുന്ന ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ഡബിങ് തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ ഡബിങ് തിയേറ്ററിലുള്ള ഞങ്ങളുടെ പിള്ളേരുണ്ട്, എല്ലാ യങ്സ്റ്റേഴ്സാട്ടോ ഒക്കെ, അവരെല്ലാം വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചില്ല രക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കാരണം ഞങ്ങളിത് രസിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്, അത് കണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ആ സാധനം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വി എൻജോയ്ഡ് ഡബിങ് ആക്ച്വലി. കാരണം അന്ന് ഡബിങ് തിയേറ്ററിൽ അവരും അതിൻ്റെ ആ സീൻസിൻ്റെ ഫാൻസായിരുന്നു. ഡയറക്ടർ വാസ് ആക്ച്വലി വെരി ഹാപ്പി ആൻഡ് എഡിറ്റർ അതിനേക്കാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ടീമായിരുന്നു, ക്യാമറമാൻ അവരെല്ലാം ഒരു ടീമായിരുന്നു. സോ ഞങ്ങളത് അഭിനയിക്കുമ്പോഴും എൻജോയ് ചെയ്തുകൊണ്ട് ഭയങ്കര സന്തോഷിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഞാനൊരു അതിനകത്തൊരു സീനിയർ ആക്ടർ ആയതുകൊണ്ട് അതുകൊണ്ട് അവനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഞാൻ എങ്ങനെയാണ്. പക്ഷെ എനിക്ക് ജെല്ല് ചെയ്യാൻ പറ്റി അവരുമായിട്ട്. ഞാൻ വളരെയധികം പെട്ടെന്ന് എല്ലാ യങ്സ്റ്റേഴ്സുമായിട്ട് ജെല്ല് ചെയ്യും, എല്ലാ തലമുറകളുമായിട്ട്. ഞാൻ ന്യൂ ജനറേഷൻ അല്ല, അത് കാരണം ഇന്ന് ഇപ്പോൾ 80s യങ്സ്റ്റേഴ്സിൻ്റെ പടങ്ങളാണ് ഈ നാടായാലും മദ്രാസിലെ മോൻ ഇപ്പോൾ പറയും. 90s ആണെങ്കിൽ ഇന്നും അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഇന്നും അവർ പറയും, ഈ 35 വർഷത്തിന് ശേഷവും അവർ ആ പടത്തിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും. ഞാൻ തന്നെ അതിൻ്റെ കഥാപാത്രം മറന്നുപോയി. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു 2013 ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടുക്കി ഗോൾഡ് കഴിഞ്ഞ 13 വർഷം മുമ്പ് അതിനും മൊത്തമുള്ളൊരു ജനറേഷൻ അതിനെയാണ് സംസാരിക്കുന്നത് ഇന്നും ശരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് കെട്ടിയോളാണ് മാലാഖ ആയാലും ശരി, ഹാലായാലും എനിക്ക് നല്ല പേരുണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ വാഴ
അതൊരു തൂക്കി അപ്പോൾ ഞാൻ ഇതൊരു ആകസ്മികമായിട്ട് എല്ലാം വന്നു ചേർന്നൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഈ ഇത്തരമുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടത്തിനകത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. എൻ്റെ ഫസ്റ്റ് പടം തൊട്ട് തന്നെ 1 വർഷം കൂടിയ പടം. അത് കഴിഞ്ഞ് ഞാൻ അഭിനയിച്ചതിൽ ഒരു 90% പടങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. സൂപ്പർ തമിഴിലൊക്കെ എല്ലാ 250 ദിവസം ഓടിയ പടങ്ങളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് വന്നിട്ട് പപ്പടസും തപ്പൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് സിനിമ അഭിനയം നിർത്താനുള്ള ഒരു ചങ്കൂറ്റം തന്നെ ഉണ്ടായത്. ദാറ്റ് വാസ് എ ലീപ്പ് ആക്ച്വലി. എൻ്റെ ഒരു ഡിസിഷനായിരുന്നു. പപ്പടസും തപ്പൂസ് സൂപ്പർ ഹിറ്റായി. ആ ക്യാരക്ടർ വളരെയധികം ജനമനസ്സിലേക്ക് മതിഞ്ഞ് ഇന്ന് ഓർത്തിരിക്കുന്നതും അന്നത്തെ അമ്മമാര് എന്നെ കണ്ട വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. കാരണം എൻ്റെ അമ്മയുടെ പേഷ്യൻസ് അമ്മ ഡോക്ടറെ തന്നെ പറയും, ഡോക്ടർ എത്ര പാവാ, ഡോക്ടർ മകൻ പോയല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതിൻ്റെ. അമ്മ പാവം കരഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, നീ കാരണം ഞാനിങ്ങനെ ഇവർ ഈ സിനിമയെന്ന് വിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അതൊരു കുട്ടിയെ ഞാൻ കാരണം മരിക്കാൻ ഇടയായി എന്നുള്ള ആ ദേഷ്യമാണ് ഈ അമ്മമാരുടെ മനസ്സിലുള്ളത്. കൊച്ചിനെയും കൊണ്ട് വരുമ്പോൾ അവരുടെ കുട്ടിയെ പോലെ അവരുടെ സ്വന്തം അപ്പോസ് ശരിക്കും ഒരു വൈറൽ ഫിലിമായിരുന്നു. ആ പേടിയായിരുന്നു, കുട്ടികൾക്ക് എന്നെ കാണുമ്പോൾ ശരിക്കും പേടിയായിരുന്നു ഭയങ്കരമായിട്ട്. മദ്രാസിലെ മോൻ ഞാനൊരു കൊലപാതകിയായിട്ട് എന്നെ കാണുന്നത്. ഞാൻ അതുവരെയുള്ള എൻ്റെ പപ്പട സ്വന്തം അപ്പൂസിൻ്റെ ഒരു കാലഘട്ടത്തിൽ വന്നാൽ ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരു ക്രൂരനായ വില്ലനായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. ഈ നാട്ടിലാണെങ്കിൽ ആ പെണ്ണിനെ വന്നിട്ട് വനിതേനെ ഞാൻ ഓടിച്ചിട്ടിട്ട് മറ്റേ ലൈബ്രറി കിസ് ചെയ്യുന്നു. പന്ത് കളിക്കുന്ന അടുത്തുനിന്ന് മേയർ ഞങ്ങളുടെ ടീം തോക്കാറായപ്പോൾ എതിർ ടീമിലെ പെണ്ണിനെ പൊക്കിയെടുത്ത് ബൈക്കിലും കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഓടി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ടോട്ടലി വന്ന് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ആൻറ്റി ഹീറോ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ജനമനസ്സിലുള്ളത്. പക്ഷെ ഞാൻ ഞാൻ അതിനെ മാറ്റിക്കളഞ്ഞു. കാരണം ഞാൻ കിളി പോയി ആൾക്കാരുടെ എന്താ പറഞ്ഞാൽ ഞാൻ അതിന് കാരണം കെ ബാലചന്ദ്രൻ സാറാണ്. എന്നെ പൊയ്ക്കാൽ കുതിരയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഹ്യൂമർ ക്യാരക്ടർ ചെയ്തായിരുന്നു. പക്ഷെ ആ പടം നിർഭാഗ്യവശാൽ വിചാരിച്ചത്ര ഹിറ്റായില്ല. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ അപ്പം ആ കെ ബാലചന്ദ്രൻ സാറിൻ്റെ കൂടെ ഞാൻ കുറേ പടങ്ങളിൽ ചെറുതായിട്ടുള്ള റോളുകൾ ചെയ്ത് ആ പുള്ളി എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. അതെൻ്റെ എനിക്ക് വന്ന് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടൈമിങ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു. ഈ ഹ്യൂമറിൻ്റെ ബോഡി ലാംഗ്വേജ്, ബോഡി ഷേപ്പ് സംഭവങ്ങൾ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ വില്ലനിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു. അത് എനിക്ക് ക്ലീവോയിലേക്കും ഇടുക്കിക്കുള്ളിലും പിന്നീട് മംഗ്ലീഷിലായാലും ശരി, കെട്ടിയോളാൻമാലാകായാലും ശരി, ഹാലിലായാലും എനിക്ക് ഇപ്പോൾ വാഴ 2-ലും എനിക്കത് കാണിക്കുകയും ആ തിയേറ്റർ വാഴ 2 എനിക്ക് പടം ഞാൻ കാണാൻ പറ്റിയില്ല. ഞാൻ കാണും. ഒന്നാമത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച പടങ്ങൾ മാക്സിമം ഞാൻ കാണാതിരിക്കാൻ ശ്രമിക്കാം. അതിങ്ങനെ കേട്ട് എങ്ങനെയാണ് ഞാൻ ചോദിക്കും. ഇപ്പം എൻ്റെ ആർട്ടിക്കിൾ വരെ എനിക്ക് വായിക്കാൻ ഭയങ്കര വിഷമമാണ്. എൻ്റെ ചാനൽ ഇൻ്റർവ്യൂ വരെ എനിക്ക് ഫുൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ എനിക്കൊരു ചമ്മല. ഞാൻ ഏറ്റവും കൂടുതൽ ചമ്മുന്നത് എന്നെ തന്നെ കാണുമ്പോഴാണ്. കാരണം അതിനകത്തേക്ക് ഞാൻ രസിക്കുന്നത് മറ്റുള്ള സംഭവങ്ങളെ കണ്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ പ്രവൃത്തികളും അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഞാൻ അതിനെ ചെയ്തതിനെ കാണുമ്പോഴല്ല എനിക്ക് കിട്ടാറ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇറ്റ് കം ഫ്രം മൈ ഗട്ട് ആക്ച്വലി. സോ ഇൻഫാക്ട് ലൈക്ക് I really freak out. സോ അത് ആ സമയങ്ങളിലെല്ലാം വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇൻ്റർവ്യൂലായാലല്ല
പിന്നെ എനിക്ക് കാണുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്ത് അത് വേണമായിരുന്നോ ഇത് വേണമായിരുന്നോ ഒക്കെ എന്നോട് ഞാൻ തന്നെ ചോദിക്കേണ്ട ഒരു ഗതികേടുണ്ടാവും. അതിനേക്കാളും ഭേദം അത് അങ്ങനെ അല്ലായിരുന്നു അല്ലേ ഞാൻ ചെയ്യേണ്ടതിരുന്നത് എന്നുള്ള നമ്മൾ തന്നെ ഒരു സെൽഫ് ക്രിറ്റിസിസത്തിൽ പോയി കൺഫ്യൂഷൻ ആവുന്നതിനേക്കാളും ഭേദം അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതങ്ങ് കഴിഞ്ഞു. ഞാൻ ഐ എൻജോയ് വാച്ചിങ് അതർ പീപ്പിൾ സിനിമ ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഫെസ്റ്റിവൽസ് തന്നെ ലോഞ്ച് ചെയ്തത്. മറ്റുള്ളവരുടെ സിനിമകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരെ കാണിക്കുക, അതിനെ കാണുക. ഞാൻ ഇഷ്ടംപോലെ ഫെസ്റ്റിവൽസ് കാണാൻ പോകും. മറ്റുള്ളവരുടെ സിനിമകൾ കാണാനോ അതിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാണാനോ അവരുടെ ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തറ്റിക് ക്രിയേറ്റിവിറ്റി കാണാനോ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ എൻജോയിങ് ഇറ്റ് ഇൻഫാക്ട് ആക്ച്വലി. മറ്റേ ഞാൻ എന്നെ കാണുമ്പോൾ പലപ്പോഴും ഞാനൊരു ക്രിട്ടിക്കായിട്ട് മാറും അറിയാതെ. അതിനേക്കാളും ഭേദം ഞാൻ പലപ്പോഴും വന്നിട്ട് എൻ്റെ ഈ 150 പടങ്ങളിൽ വളരെ ഫ്യൂ ഫിലിംസ് ഞാൻ വന്ന് ആകർഷകമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇടുക്കി കൊണ്ട് കാണും. കാരണം അത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പോകുമല്ലോ തിയേറ്ററിൽ. അങ്ങനെ എനിക്ക് ഇതിന് പോകാൻ അവസരം കിട്ടിയില്ല. ഞാൻ ആ സമയത്ത് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സിനിമ എനിക്ക് ഇനി എപ്പോഴാണ് കാണാൻ പറ്റുകയെന്നറിയില്ല. ബേസിക്കലി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പം കിളിപോയി എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. ഡബിങ് കാണും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കിട്ടിയോളാണ് മാലാഖി. അതെ, ഞാനതിനെ കേട്ട് രസിക്കും. ജനങ്ങളെന്ന് പറയും ആ സീന് നന്നായിരുന്നു, അത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ പെർഫോമൻസ്. Whether you ask me whether I am an actor, I don't know, but I am an entertainer. I can even say yes. I entertain people and I enjoy that. So when I hear that, I entertain them actually. അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ എനിക്ക് മനസ്സിലാവുന്ന സന്തോഷത്തിനെയാണ്. അവന് ആനന്ദത്തെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കല, നമ്മുടെ പെർഫോമൻസ് അവരെ ചിരിപ്പിക്കുകയും അവർ കുറച്ച് നേരം അവരുടെ എല്ലാ വിഷമങ്ങളും മറന്ന് അവർ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി ഭയങ്കരമാണ് ശരിക്കും. എന്നെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ സീൻസ് അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടുകയാണ്. കാരണം അടുത്ത ആൾക്കാരെ ഞാൻ തകർത്ത് എൻ്റർടൈൻ ചെയ്തിരിക്കണം. സോ വെനെവർ ഐ ഫേസ് ക്യാമറ always in my mind how I can entertain others. So I try to so I may not be a very big actor or a very fine actor or ഭയങ്കര റിയലിസ്റ്റിക് ആക്ടർ ഒന്നും ഞാൻ എന്നെ വിളിക്കാനായിട്ട് തരില്ല. ഐ മീൻ എന്റർടൈൻമെന്റ്. ഐ ബിലീവ് ഇൻ ദാറ്റ് ആക്ച്വലി. ബേസിക്കലി സാർ ഒരു ജോയൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് നമുക്ക് പൊതുവേ തോന്നുന്നത്. സാറിന്റെ കഥാപാത്രങ്ങളിൽ ഇപ്പോൾ കാണാനുണ്ട്. മുന്നേ അതൊരു വില്ലൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഉള്ള കഥാപാത്രങ്ങളിൽ നമുക്ക് ആ ഒരു സാറിന്റെ മൈൻഡ് ഔട്ട് ചിരിക്കുന്നതാണെങ്കിലും ചിരിപ്പിക്കുന്നതാണെങ്കിലും ആ ഒരു എന്റർടൈൻമെന്റ് ശരിക്കും അതാണ് ഇപ്പം നിലനിൽക്കുന്നത് കാണുന്നത്. ഞാൻ ഐ ലീവ് മൈ ലൈഫ്. Okay, I enjoy my life. So it's a gift. Human being കിട്ടുന്ന ഒരു ലൈഫ്. കാരണം we are totally different than all other species. മനസ്സിലായില്ലേ? We are always aware of our death. Other species അങ്ങനെയല്ല. They are only aware of the death when they face the death. We know that. We know that. So when we know that, we at every moment is precious to us. Basically. So I always wonder, people, they realize when they realize actually, they can enjoy life. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ അവർക്ക് ആസ്വദിക്കാൻ കഴിയാത്തത് പലർക്കും. See, അതിനൊരു കാരണമുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക എന്നുള്ളത്. നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും വിജയങ്ങൾ മാത്രമാണ് കിട്ടുക എന്നുള്ളതല്ല. അത് നമ്മൾ സന്തോഷം വിജയത്തിൽ മാത്രം കാണുക എന്നുള്ളതല്ല. നമ്മുടെ എനർജി നമ്മുടെ തോൽവിയിലോ നമ്മുടെ പരാജയങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കണം. ആ പരാജയം നമുക്ക് വേറൊരു വഴിത്തിരിവിനെ ഉണ്ടാക്കിത്തരും. എനിക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചേക്കണ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ എന്തെല്ലാം ആയിട്ടുണ്ടോ അതെല്ലാം എനിക്കുണ്ടാവേണ്ടത് ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ് ബൈ ഇറ്റ്സെൽഫ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വഴി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാനായിട്ടുണ്ടാവണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ പോകുന്ന പോക്കിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
മനസ്സിലായോ? അപ്പോൾ അത് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എനിക്ക് എന്നെ മറ്റൊരു തരത്തിലൊരു ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി യുവർ ടെൻഡൻസി ടു ഗ്രോ ലൈക്ക് എ ട്രീ ആക്ച്വലി. അപ്പോൾ ഒരു മരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൂര്യപ്രകാശം അവിടെ തടഞ്ഞു. അവൻ അതിനെ വളർച്ച നിർത്തുന്നില്ല, അത് വളഞ്ഞ് ഇങ്ങനെ പോകും. മനസ്സിലായ? ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലൈഫ്. നമ്മുടെ നേച്ചർ പഠിപ്പിക്കുന്നത് അതാണ്. യെസ്. സോ യു ഗോ, you live your life, then you will enjoy. You will face problems. That problems always gives you another chance, another metamorphosization, another realization, and that gives you another pleasure if you follow that. ഇത് ഞാൻ വലിയ അഡ്വൈസ് ചെയ്യുകയൊന്നുമല്ല, ഞാൻ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ചോദിക്കുമ്പോഴായിരുന്നു, അതാണോ കരിയറിൽ കത്തി നിന്ന സമയത്ത്, അതായത് പപ്പയുടെ സ്വന്തം പപ്പൂസ് പോലൊരു സിനിമ സൂപ്പർ ഹിറ്റ് വിജയമായിട്ട് അതിന് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ഫീൽഡിലേക്ക്, ഐ മീൻ ഫീൽഡല്ല, സന്തോഷം തരുന്ന വേറൊരു മേഖലയിലേക്ക് സാർ തിരിയാനുള്ള കാരണം ഈ പറഞ്ഞ? Of course, in one way, yes. But അതിനൊരു കാരണം, I was waiting for a hit. സ്റ്റോപ്പ് മൈ ആക്ടിങ്. മനസ്സിലായി? എൻ്റെ ആ നിർത്താനുള്ള യാത്ര അതിന് മുമ്പേ തുടങ്ങി. പക്ഷെ തമിഴിലെ പല പടങ്ങളും 150 ദിവസം ഓടുന്നതുകൊണ്ട് അവർ അറിഞ്ഞില്ല. തീരുമാനിച്ചപ്പോൾ ഒരു സൂപ്പർ ഹിറ്റിന് വേണ്ടി കാത്തിരുന്നു. അതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ്, നമ്മൾ നിർത്തുന്നത്. മനസ്സിലായി? നമ്മൾ ഫേഡ് ഔട്ട് ആവരുത്. അപ്പം ഞാൻ ആ സമയങ്ങളിലാണ് എന്നിൽ ഒരു വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണത്തിൽ ഒന്ന്, സച്ചിത്രയുടെ ക്യാമറമാൻ സോമേന്ദ്രയോയുണ്ട്. സോമേന്ദ്രയോട് ഞാൻ 2 പടം ചെയ്തായിരുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങൾ സംസാരിക്കും. അപ്പം നിൻ്റെ സംസാരം നീ ചെയ്യുന്ന സിനിമകൾ തമ്മിൽ ഒരു ബന്ധം, നീ അദ്ദേഹമായിട്ട് ചെയ്ത ആർട്ട് ഫിലിമാണ്, ഞാനിപ്പുറത്തെ അടിയും കുത്തുമായിട്ടുള്ള മറ്റുള്ള പടങ്ങളാണ് ചെയ്തത്. അപ്പം നീ ഇത്രയും എല്ലാ വേൾഡ് സിനിമകൾ കാണുന്നു, എല്ലാ ഫെസ്റ്റിവലിലും നീ പോയി സമയം കണ്ടെത്തി പോയി കാണുന്നു, മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, എല്ലാവരും അതിനകത്ത് നിൽക്കുന്നു, നിൻ്റെ നീ ഒരുപാട് വായിക്കുന്നുണ്ട്, നീ വന്ന് അറ്റ്ലീസ്റ്റ് ഉണ്ടോ. അപ്പം വൈ യു ആക്ച്വലി this is not your field. This is something, you should explore your talent. So you should find your own, who you are actually. അത് എൻ്റെ മനസ്സിന് ഒരുപാട് അലട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഖത്തറിനെ, മറ്റേ പീപ്പിൾസ് വാർ കമ്പനി ഖത്തർ കൾച്ചറൽ ലീഡറായിരുന്നു. അദ്ദേഹത്തിനെ വെച്ചിട്ട് എൻ്റെ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നൊരു സിനിമയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, LTT-കാരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു എക്സ്പെരിമെൻറ്റിലൊക്കെ ചെയ്ത് ഞാൻ നിൽക്കുമ്പോഴാണ് ആർട്ടിനെ എങ്ങനെ ഉപയോഗിക്കാം. എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ വിഷ്വൽ ലിറ്ററസി ആയിട്ട് മാറുകയാണ് ഈ 90s. അങ്ങനെ ഞാൻ സിനിമയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് കല്യാണം കഴിച്ച സമയത്താണ് ഞാൻ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് ചെയ്യുന്നത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഹിറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ്. ഒന്നാമത് അമ്മ ഭയങ്കര സങ്കടം, അത് ഭയങ്കര ക്രൂരനായി. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിനേക്കാളും ക്രൂരനായ ഇതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഞാൻ അഭിനയിക്കാൻ പോണത്. നമ്മളെപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും. അതെന്നെ വലിയ ഗുണം ചെയ്യില്ല എൻ്റെ ലൈഫിൽ. ആൻഡ് ഫിലിം ആക്ടർ എന്ന് പറയുന്നത് നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ മാത്രം നിൽക്കുന്നത്, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് എങ്ങനെ ഞാൻ പ്രകടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കാരണം ഞാൻ ആ സമയത്തേക്ക് എൻ്റെ ചിന്തകൾ മാറിയിരുന്നു. ഞാൻ തുടങ്ങിയ കാലത്ത് അതേപോലെ ആയിരുന്നു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് വെറും MGR സിനിമകൾ മാത്രം കണ്ടിരുന്ന ഒരു തരയാണ്. അങ്ങനെയാണോ സിനിമയോടുള്ള ഇഷ്ടം തോന്നുന്നത്? ഞാൻ MGR സിനിമ, ഇടിയുടെ സിനിമ, ഞാൻ ഇടിയുടെ എണ്ണം നോക്കിയ സിനിമ കണ്ടിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. എത്ര ഇടിയുണ്ട് എനിക്ക്, ഞാൻ ബാക്കി സിനിമകളൊന്നും കാണില്ല, ഇടിയുള്ള സിനിമകളാണ് കാണുക. അങ്ങനെ കൂടുതൽ തമിഴ് സിനിമകളാണ് കാണുന്നത്. അപ്പൊ അത് എനിക്ക് തമിഴ് ഭയങ്കര വശമായി എനിക്ക് ശരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്ററായത് തമിഴ് സിനിമയിലാണ്. അതിന് കാരണം തമിഴ് ലാംഗ്വേജും തമിഴ് സ്റ്റൈലും എനിക്ക് ഭയങ്കര, കാരണം ഞാൻ കൂടുതൽ കണ്ടെങ്കിൽ MGR, ജയശങ്കർ, രവിചന്ദർ, മോഡേൺ തിയേറ്റേഴ്സിന്റെ 100th പടമൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടിപ്പോയി കാണുന്ന സിനിമകളാണ് ആക്ച്വലി വന്നത്. അങ്ങനെ ഇടി, സ്റ്റണ്ട്, അത്തരം രാജ്കുമാറിൻ്റെ ഒക്കെ ഡബ് ചെയ്ത് പടം വരും കന്നഡത്തിലേക്ക് വന്ന്. അപ്പം അതിനകത്ത് ചില നോട്ടീസിലുണ്ടാകും 927 ഇടി ഉണ്ടെന്നൊക്കെ. അപ്പം പിന്നെ വെയിറ്റിംഗ് ആണ്, ഇടി കാണാനായിട്ട് പോയി നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർ മറ്റേ ശത്രുഘ്നൻ സിൻഹ, ജയമാധുരിയൊക്കെ ഭയങ്കര ഹിറ്റായി. അപ്പോഴാണ് നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സാധനമുണ്ട്, നമ്മൾ അവിടെ പോവുക, ഇവരെ പോലെ നിൽക്കുക, സ്റ്റൈല് ഭയങ്കര സംഭവങ്ങൾ. ശത്രുഘ്നൻ സിൻഹയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതാണ്. ജയമാധുരിയുടെ ഗുഡിയൊക്കെ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിനകത്തേക്ക് സ്ട്രൈക്ക് ചെയ്തു.
ആ സമയത്ത് എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഫിലിമൊന്നും ഇവിടെ വീട്ടിൽ അമ്മക്ക് ഭയങ്കര ദേഷ്യം, എല്ലാവരും ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ പൂനെയിലേക്ക് ഡിഗ്രിയും ആദ്യം റേഡിയോ ഫിസിക്സ് കോഴ്സിലാണ് ഞാൻ പൂനെക്ക് പോകുന്നത്. അങ്ങനെ പതുക്കെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനാണ്. അങ്ങനെ ഞാനവിടെ FI പഠിക്കുന്ന ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അടയാറിൽ വന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ മേടിച്ചു. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് പറയുകയാണ് ഞാൻ മറ്റേ പിടുത്തം നിർത്തുകയാണ്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം. വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർ അന്നേരം പറഞ്ഞു അവൻ 2 വർഷം പോയി പഠിച്ചിട്ട് പറ്റേ തിരിച്ചിവിടെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ബസ് സർവീസ് കാര്യമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നടത്തി ഒരു കൺസ്ട്രക്ഷനൊക്കെ നടത്തി അതിനകത്ത് പോയിക്കോളും, മനസ്സിലായ? അതാണ് അവരുടെ ജീവിതമൊക്കെ. അതൊക്കെ പോട്ടെ, 2 വർഷം പോട്ടെ, അവരവിടെ പോയി പഠിച്ച് അവർ തോന്നുകയാണെങ്കിൽ. പക്ഷേ അതെൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ സീനിയേഴ്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അഫ്കോഴ്സ് എനിക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടിയെല്ലാം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം വന്നിട്ടുള്ളത്. അങ്ങനെ അജയൻ എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു പെരുന്തച്ചൻ്റെ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ആകെ അവിടെ വന്നിട്ട് ഞാൻ കാണുന്ന കുറോസോവയുടെയും ബർഗ്മാൻ്റെയൊക്കെ പടം, ഞങ്ങൾക്ക് ഓരോ ആഴ്ചയിൽ സിനിമ കാണാൻ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് ഇയർ എല്ലാം സ്റ്റുഡൻസ് ഒരുമിച്ചാണ്, ടെക്നീഷ്യൻസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് മിങ്കിളായി വന്ന് അന്ന് ഞാൻ ഈ അജയൻ മൂലം വന്ന് ഇപ്പം ജോൺ അബ്രഹാം, പത്മരാജൻ ഒക്കെ അങ്ങനെ ആ ഒരു ഗാങ്ങൊക്കെ ആയിട്ട് അരവിന്ദേട്ടനൊക്കെ ആയിട്ട് പരിചയമായിട്ട് വരുന്നു. അജയൻ തൊപ്പിലോച്ചന പോലെ അവിടെ എല്ലാവരും അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. അജയൻ്റെ കൂടെ താമസത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി അജയൻ. അവിടെ ഞാൻ ആക്ച്വലി സിനിമയുടെ മറ്റൊരു ലോകം, എനിക്ക് അറിയപ്പെടാത്തൊരു ലോകത്തിൽ കണ്ടതല്ലാത്ത മറ്റൊരു സിനിമയുടെ ഇൻ്റലക്ച്വൽ സിനിമയെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലഘട്ടത്തിലാണ്. കോഴ്സ് അപ്പോൾ ചുമന തുടി വരുന്നു, നമ്മൾ കാണാൻ പോകുന്നു ആർട്ട് സിനിമകൾ എന്ന് പറയുന്ന സിനിമകളെ കുറിച്ചിട്ട് അപ്പോഴത്തെ സിനിമയിലേക്ക് പെട്ടെന്ന് അഭിവാഞ്ചം ഉണ്ടാകുന്നു. എനിക്കിവർ പറയുന്ന സാത്രയെക്കുറിച്ചും കാമുവിനെക്കുറിച്ചും ഖാലിദ് ജിബ്രാനെക്കുറിച്ചും ഒക്കെ ഇവർ വന്നിട്ടുള്ളതിനകത്ത് മാജിക് റിവ്യൂസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുക, ഇത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി എനിക്കറിയാവുന്നത് അടിയിടിയും കുത്തുമൊക്കെയാണ്. ഞാൻ സ്കൂളുകളിൽ 10 സ്കൂൾ മാറിയിട്ടുണ്ട് ഈ അടിയും കുത്തും ബഹളക്കാരൻ. കാരണം ഈ സിനിമ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പല രീതിയിലും വന്ന് ഇതേപോലെ തന്നെ പൊളിറ്റിക്കലി കേസിലൊക്കെ പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് പൂനെക്ക് വിടാനുള്ള പല കാരണങ്ങളും. അതുപോലത്തെ ഒരു ഇവിടെ നിന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുന്നതായപ്പോൾ ഞാൻ തന്നെ ചൂസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ നാട് കിടക്കേണ്ടി വന്നു എടുത്തത്. അവിടെ നിന്നാണ് ഞാൻ മദ്രാസ് വരുന്നത്. അവിടെ എനിക്ക് ബഹളങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ തമിഴന്മാരുടെ ആദ്യത്തെ അറ്റാക്ക് കാരണം കത്തിയൊക്കെ എടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും എൻ്റെ പ്രിൻസിപ്പൾ എന്നെ ക്യാൻസൽ ചെയ്തില്ല. അപ്പം അങ്ങനെ ഇത് മാത്രം അറിയാവുന്ന ഞാൻ സിനിമയിലേക്ക് ഇവരുടെ കൂടെ കാണുമ്പോഴാണ് ഞാൻ ഈ ഇൻ്റലക്ച്വലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഞാൻ ഇത് പഠിക്കില്ലെങ്കിൽ ഭയങ്കര ഇതാണല്ലോ. കാരണം എൻ്റേത് ഡിക്റ്റേറ്റീവ് നോവൽ മാത്രം വായിച്ചിരുന്നിടത്ത് ഞാനിവിടുത്തെ വായനശാല മെമ്പറായിരുന്നു. ആദ്യം ഈ നാടോടി കഥകളുടെ ഫോക്ക് ഫ്ലോസ് ഉണ്ടല്ലോ, റഷ്യൻ ഫോക്ക് ഫ്ലോസുകൾ, ബാലരമ, അമ്പിളിമാവൻ, ഇതൊക്കെയാണ് നമ്മളെല്ലാ സാധനം ഇവിടെ വരും. കാരണം എല്ലാ പബ്ലിക്കേഷൻസും ഇവിടെ ഇടും. നമ്മുടെ പേഷ്യൻസ് അവരോട് ചോദിക്കുമ്പോൾ എല്ലാം. അപ്പോൾ നമുക്കിവിടെ എല്ലാ പത്രവും എല്ലാ മാഗസിൻസും എല്ലാം ഇവിടെ ഉണ്ടാവായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്കൂളിൽ അതിന് കാർട്ടൂണാണ് ആദ്യം നമ്മൾ എടുക്കുക. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് അമ്പിളിമാവനായിരുന്നു, ചന്ദമാമ്പ പ്രൊഡക്ഷൻസിൻ്റെ. അന്ന് പൂമ്പാറ്റ ഉണ്ടായിരുന്നു. പിന്നീടാണ് ബാലരമയ്ക്ക്. ബാലരമയ്ക്ക് മുമ്പ് പൂമ്പാറ്റ ഉണ്ടായിരുന്നു. പൂമ്പാറ്റ കുട്ടിക്കഥകളും മറ്റുള്ളതെല്ലാം ഫോക്ക് ക്ലോസുകൾ, നാടോടി കഥകളൊക്കെ ഭയങ്കര സംഭവം. നമുക്ക് ശരിക്കും പഞ്ചതന്ത്ര കഥകൾ, ഉപനിഷത്ത് കഥകളൊക്കെ അതായിരുന്നു. അത് ഞാൻ കയറിയത് ഡിറ്റക്റ്റീവ് നോവൽസാണ് വായിച്ചത്. വീരകണ്ഠം പരമാരയുടെ, മറ്റേ മോഹൻ ഡി ഖത്രിയുടെയൊക്കെ ഒന്ന് വെളുത്തേർത്താൻ മുക്തീകരണം. അങ്ങനെ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഭയങ്കര വായന. നമ്മൾ ഉറക്കത്തിലേക്ക് പറയണം പഠിക്കാനുള്ളത് പഠിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽ ഭക്ഷണം കഴിക്കുമ്പോഴും വായിക്കും. അങ്ങനെ ഈ മഹാത്മാഗാന്ധി വായനശാലയുടെ മെമ്പറായിരുന്നു ഞാൻ. അങ്ങനെ ആ മാത്രം അറിയുന്ന ഞാൻ പിന്നീട് പോകുന്നത് MGR സിനിമകൾ മാത്രം കാണുകയും ഈ ഡിറ്റക്റ്റീവ് നോവലിൽ ഇരുന്ന ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്നുള്ളതിലേക്ക് ഞാൻ മാറുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 10,500 പുസ്തകം ഉണ്ടെങ്കിലും ഒറ്റ ഫിക്ഷനില്ല. ഞാൻ ഈ ഫിക്ഷനൊന്നും അധികം വായിക്കില്ല, നോൺ ഫിക്ഷൻസാണ്.
പക്ഷെ ഇവരിലേക്ക് ഞാൻ ഇവരുടെ ചിന്തകൾ, അപ്പോൾ സാത്രയുടെ നത്തിങ് ആൻഡ് ബീയിങ്, അവരെക്കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവരുടെ എല്ലാ പുസ്തകങ്ങളുള്ള എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ പോയി താമസിക്കുകയാണ്. അവൻ്റെ ഒരു പേഴ്സണൽ ലൈബ്രറിയിൽ എല്ലാ ബുക്കുകളും അതിനത് വായിച്ചെടുക്കുക. കാരണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഈ സിനിമയെ പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ തൊട്ട് ആർട്ട് ഹൗസ് സിനിമകൾ, ശരിക്കും മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ, അതെൻ്റെ ഒരു പരിണാമത്തിൻ്റെ കാലമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരുപാട് ഞാനിവിടുന്ന് പോകുമ്പോൾ മ്യൂസിക്കും ഈ MGR എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് മ്യൂസിക് സന്താന, ക്ലറോ സന്താനയുടെ ബീറ്റിൽസിൻ്റെ ഫിലിം, റോക്ക് മ്യൂസിക്, ഡീപ് പർപ്പിൾ, ലൈക്ക് ലെഡ് സെപ്ലിനൊക്കെ ആയിരുന്നു എൻ്റെ സ്കൂൾ കാലത്ത്. ഇവിടെ ഭയങ്കര ലൗഡ് മ്യൂസിക്കും ഇതെല്ലാം വരുന്ന ഒരു തരത്തിലുള്ള ഒരു എഫക്റ്റ്. വുഡ് സ്റ്റോക്കിനൊക്കെ വന്നിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താൽ അവർക്കിത് ഈ ഒരു സാധനം പുതുമയായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ റെക്കോർഡ് പ്ലെയർ, റെക്കോർഡ് മ്യൂസിക് ഒക്കെ ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടേപ്പ് റെക്കോർഡ് എല്ലാം വന്നിട്ടുള്ള ആ മ്യൂസിക് ഇവർക്ക് പരിചിതമല്ലായിരുന്നു. മനസ്സിലായ? ഞാൻ ബോംബെയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു ലുക്ക് ഇവർ കണ്ട് എന്നിൽ. ഇവരുടേത് എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവരിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും ഞാൻ അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അതിലെൻ്റെ ജീവിതത്തിലേക്ക് വേൾഡ് സിനിമയുടെ ഒരു ഗ്രേറ്റ് ഫാനായിട്ട് മാറുക, മാസ്റ്റേഴ്സിൻ്റെ സിനിമ. അങ്ങനെയാണ് ഞാനൊരു ഫെസ്റ്റിവൽ ബേർഡ് എന്നാണ് എന്നെ അറിയപ്പെടുക. ലോകത്ത് എവിടെ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണുക, അതിന് സമയം കണ്ടെത്തുക, സിനിമകൾ കാണുക. സിനിമയുടെ വൻ ശേഖരണമുണ്ട്, ആയിരക്കണക്കിന് DVD എനിക്കുണ്ട് എൻ്റെ കയ്യിൽ. അന്ന് VHS ഞാൻ പോയി കളക്ട് ചെയ്യുമായിരുന്നു വന്നിട്ടുള്ള. അങ്ങനെ അപ്പോൾ അന്നത്തെ എൻ്റെ മ്യൂസിക്കിൻ്റെ ഫേവറേറ്റ് അപ്പുറത്തുള്ളത് പിങ്ക് ഫ്ലോയിഡ്. ഞാൻ ഭയങ്കര പിങ്ക് ഫ്ലോയിഡിൻ്റെ ഫാനായിരുന്നു. പിങ്ക് ഫ്ലോയിഡിൻ്റെ അഫ്കോഴ്സ് വി ഡോണ്ട് നീഡ് യുവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടിലെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഫിലോസഫി അതായിട്ട് മാറി. ഡോട്ട് സർക്കാസം ഇൻ ദ ക്ലാസ് റൂം, ടീച്ചർ ലീവ് യുവർ ചിൽഡ്രൻ അലോൺ, യു ആർ ഓൾ അനദർ ബ്രിക്ക് ഇൻ ദ വാൾ എന്നാണ്. So these are the things actually shaped me into this in the institute. ബട്ട് ഞാൻ എൻ്റെ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുതല. അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യും. പൂനെ പോകുന്നത് എനിക്ക് വളരെ ഗുണം ചെയ്തു. ഞാൻ ഗോവൻസ് ഫ്രണ്ട്സിനെ പരിചയപ്പെടുകയും ഞാൻ ഗോവൻസിനൊപ്പം മ്യൂസിക് കണ്ട് ഞാൻ എൻ്റെ ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കിൻ്റെ ആകർഷണത്തിനകത്താണല്ലോ ഞാൻ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഈ കൺട്രി മ്യൂസിക്കിനോടും വന്നിട്ടുള്ള അദർ മ്യൂസിക്കിനോടും എല്ലാം വന്നിട്ടുള്ളതിനകത്തുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ പരിചിതമാവാനും മനസ്സിലായില്ലേ. ഞാൻ അതിൻ്റെ സെക്കൻഡ് സിംഗറായിട്ട് താമരനൊക്കെ വായിച്ച് ഇവരുടെ കൂടെ ഗ്രൂപ്പിനോട് ഒരു ഗോവൻ എന്ന രീതിയിലേക്ക് പേരൊക്കെ ഞാൻ എൻ്റെ മാറ്റി ഒരു മല്ലു അല്ലാത്ത രീതിയിൽ ഒരു ഗോവൻ ലുക്കിലേക്കൊക്കെ മാറി. എൻ്റെ മുടിയും ഒക്കെ എൻ്റെ ആകൃതിയൊക്കെ എനിക്ക് അതിനകത്ത് ഗുണം ചെയ്തു. എൻ്റെ മുടി അന്നത്തെ ഇങ്ങനെ ഇത്രയും മുടിയൊക്കെ വെച്ചിരുന്നത് ശരിക്കും നല്ല സന്താന ആഫ്രോ ലുക്കാണ്. സ്റ്റൈലും കാര്യമൊക്കെ അതിലേക്ക് ഞാൻ മാറുകയാണ്. അതെൻ്റെ ഒരു ലൈഫിൽ മാറ്റം ഉണ്ടാക്കി ശരിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് ഉണ്ടായ ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് ആക്ച്വലി യുനോ. ഞാൻ ഈ പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ എൻ്റെ പൂനെയുള്ള ജീവിതം ഈ ഗവൺസിൻ്റെ ഒപ്പമുള്ള എൻ്റെ ഡിസിപ്ലിൻ അങ്ങനെയുള്ള ഹെവി റോക്കിൽ നിന്ന് ഞാൻ ഡാൻസ് സോങ്സിലേക്ക് മാറുകയും. അപ്പോൾ അവിടെ ഡാൻസ് ചെയ്താലേ പിന്നെ പയറിനെ കിട്ടുള്ളൂ. ഈ ഗോൾസിനൊപ്പം പോകുമ്പോൾ നമുക്ക് ടാപ്പ് ഡാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഡാൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡാൻസിന് പേര് കിട്ടില്ല. നമ്മളെ പിന്നെ മരണം കിടന്ന് ഡാൻസ് പ്രാക്ടീസ് അതിന് പഠിക്കുന്ന സമയമല്ലേ. നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് നമുക്ക് ടാപ്പ് ഡാൻസ് ഉള്ളത് കൊണ്ട് ഈസി. എന്നാൽ ഞാൻ ഇപ്പം നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ടാപ്പ് ചെയ്താൽ എനിക്ക് അവൻ മാറി തന്നെ. ദാറ്റ്സ് ദ ബേസിക് സിസ്റ്റം ഇൻ ദാറ്റ് ആക്ച്വലി. അപ്പോൾ അവർ നമുക്ക് ഡാൻസ് ചെയ്യാം. അങ്ങനെ അതൊരു ഇതുണ്ട്. അപ്പോൾ വാൾസ് അങ്ങനെ ടാങ്കോ എല്ലാം നമ്മൾ ഇതിനകത്ത് കാരണം പൂനെയിൽ അന്ന് ഒരുപാട് രാജ്യത്തെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇറാനിയൻസ്, ആഫ്രിക്കൻസ്, സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ അവിടെ ആക്ച്വലി അവിടെ നിന്ന് ഞാൻ ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാനാണ് പോയെങ്കിൽ ഞാൻ വന്നു പെട്ടത് ഈ ഗോവൻസിൻ്റെ ഇടയ്ക്കും ഈ ഇരിക്കുന്ന ജാം സെക്ഷൻസ്, മ്യൂസിക്, ഡാൻസ് എന്നുള്ള. അപ്പോൾ എവറി അതർ ഡേ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടാവുമായിരുന്നു. ലൈക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ട്
വന്നിട്ട് ഓരോ സെക്ഷൻസ് ഓരോ ഗ്രൂപ്പും വന്നിട്ട് ഈ ഡാൻസ് വെക്കും വന്നിട്ട് വളരെ 2 രൂപയൊക്കെ ഉള്ളൂ എൻട്രി ഫീസ്. നമ്മൾ പോകുന്നു. പിള്ളേർ കംപ്ലീറ്റ് യൂത്തുകളുണ്ടായിരുന്നു, ഫോറിൻ സ്റ്റുഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഭയങ്കര ലൈഫായിരുന്നു. പൂനെ ക്ലൈമറ്റ് നല്ലതാണ്. അപ്പോൾ അത് എന്നെ വളരെയധികം, ഞാൻ 2 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ദിവസം എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. കാരണം ഫുൾ ടൈം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഡാൻസ് ചെയ്യാൻ പോവുക, മറ്റേ ഓരോ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യാൻ പോവുക, അവിടെ പോവുക. അങ്ങനെ ആ ഒരു ലൈഫിലേക്കാണ് ഞാൻ, അവിടെ നിന്നാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് എന്നെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ മ്യൂസിക്, ഡാൻസ്, ആഫ്രോ മുടി, എൻ്റെ ലുക്ക്, നടക്കുന്നത് എല്ലാത്തിനും ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെ ഗ്രീസ് എന്നൊക്കെ പറഞ്ഞാൽ ജോൺ ട്രവോൾട്ടയുടെ പടം ഭയങ്കര ഹിറ്റ്. ഞങ്ങളുടെ സാറ്റർഡേ നൈറ്റ് ഫീവർ, സ്റ്റേയിൻ ലൈവ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഡാൻസ് ലൈക്ക് ഇങ്ങനെയുള്ള ആ മൂവ്മെൻറ്റ് എനിക്ക് ട്രവോൾട്ടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ മൊത്തം ചെയ്ത് തന്നെയാണ് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തും ഏത് സമയത്തും. അങ്ങനെ ഞാൻ ഈ ഡാൻസും മൂവ്മെൻറ്റുമായിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്യാറ്. അതെ, എനിക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സിന് അറിയില്ല. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ നിന്ന് അത് പഠിക്കുകയും ഇവരെന്നിൽ ഈ സാധനം കാണുകയും ചെയ്തു. അതെനിക്ക് പെട്ടെന്ന് എന്നെ സിനിമയിലേക്ക് എനിക്ക് എത്താനായിട്ട് എൻ്റെ സീനിയേഴ്സിന് എത്താൻ പറ്റി. ഞാൻ തമിഴിലെ ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവർക്കും ഞാനൊരു പയ്യനുണ്ടെന്നുള്ളതിനകത്തേക്ക് അന്ന് എന്തുകൊണ്ടോ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. എൻ്റെ സീനിയേഴ്സിനോട് ദേ ഹാഡ് എ ഹോപ്പ് ഇൻ മീ. കാരണം എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ബേസിക്കലി ഞാൻ ബൈക്കിൽ അവിടെ അഭ്യാസങ്ങളെ കാണിക്കായിരുന്നു. ബൈക്ക് ഉണ്ടായിരുന്നു, ബുള്ളറ്റ്. അപ്പോൾ അതിലെല്ലാം കാണിക്കുന്ന ജനറേഷൻ്റെ പ്രതിനിധിയായിരുന്നു. അങ്ങനെ ദേ സ്റ്റാർട്ടഡ് സീയിങ് മീ. ആക്ച്വലി ഇപ്പോൾ എൻ്റെ സീനിയറാണ് ആളപ്പം ഈ വിൽ ബി ഏബിൾ ടു ടെൽ മീ മോർ അബൌട്ട് മീ ആക്ച്വലി. കാരണം ഈ ഈസ് എ വ്യൂവർ. എൻ്റെ ജസ്റ്റ് 1 year സീനിയറാണ്. അവിടെ ഭയങ്കരമായിട്ടൊരു ഗ്യാങ് ഫാൻസ് ഉണ്ടായിരുന്നു എനിക്ക്, സ്റ്റുഡൻസിൻ്റെ. കാരണം 14 ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് ഞാൻ ഏറ്റവും അറിയപ്പെടുന്നത്. എന്നെ അറിയാത്ത ഒരുത്തിനുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഒരു മോസ്റ്റ് ഒരു ഫോറിൻ ലൈഫ് ആണ് ഞാൻ അവിടെ. ഇത് ഒരു ഓർത്തഡോക്സിക്ക് അല്ലായിരുന്നു ഞാൻ. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. ശരിക്കും ഒരുപാട് ഗുണം ചെയ്തു. എനിക്ക് ഈസി ആയിട്ട് ഞാൻ പോപ്പുലറായി. ആ പോപ്പുലറിലായതുകൊണ്ട് എനിക്ക് വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്ന പി ഭാനുമതിയുടെ തമിഴും തെലുങ്കിലും അഭിനയിക്കാൻ പറ്റി. എനിക്ക് തെലുങ്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ 1, 2, 3 പറയായിരുന്നു. കാരണം ടൈമിങ് ഒപ്പിച്ചാവില്ല. ഗിബ്രീഷ് പഠിച്ചാണല്ലോ ഞങ്ങൾ. അങ്ങനെ അത് പറയായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശരത് ബാബുവിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോഴാണ് ഉടുതരാഗം എന്നുള്ള പടം വരുന്നത്. ആ പടം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നതാണ്. ആദ്യം തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. കാരണം ആ കഥാപാത്രം കോളേജ് സ്റ്റുഡൻറ്റിൽ എനിക്ക് കറക്റ്റ് ടൈലർ മെയ്ഡ്. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇത് ഇവന് വേണ്ടി എഴുതിയ പടം. കാരണം അതിൻ്റെ സ്റ്റുഡൻറ് ലീഡറായിട്ട് തല്ലിപ്പൊളി. അത് ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ അതിൻ്റെ ബോഡിയിലത് എന്നൊക്കെ എടുത്തിട്ട് പോകാനൊന്നും ഭയങ്കര അടി കുത്തുമൊക്കെ ഉണ്ടാകുന്ന ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഡാൻസ് മറ്റത് അങ്ങനെ ലൈക്ക് ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് അവര് അവർ ശങ്കർ ചേംബർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ്. ശങ്കർ ഞാൻ താമസിച്ച സ്ഥലത്ത് ശ്രീനാഥും ശങ്കറുമായിട്ട് ഞാൻ ഫ്രണ്ടായിരുന്നു. അതിന് ശങ്കർ ഞാൻ മുഖാന്തരം എൻ്റെ റോബർട്ടുമായിട്ട് പരിചയമാവുന്നു ഞങ്ങളുടെ സാറ്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്കാണ് വന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറുമാരാണ് ഈ പടം ചെയ്ത ഉഴുതലാകത്തിലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നൊരു സാധനം. അങ്ങനെ ശങ്കറും അതിനകത്താവുന്നു. കൈലാസ് ഞാൻ അന്നും ചേംബറിൽ പഠിച്ചിരുന്നതാണ്. ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. ഞാൻ മുഖാന്തരം വരുന്നു. ബാക്കിയുള്ളവർ ഭാരതരാജ ഗ്രൂപ്പിൽ ഇന്ന് കയറിയവരാണ് ആ ഉഴുതലാകത്തിലുള്ള. അങ്ങനെ ആ പടം നമ്മൾ ചെയ്യുന്നു. നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ അതിൻ്റെ ഒപ്പം പോകുന്നു, ഇപ്പുറത്ത് കറങ്ങാൻ നടക്കുന്നു, അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നു. അപ്പോഴത്തേക്കും കാറിൽ കറങ്ങുന്നു. ഞാനിവിടുന്ന് ഒരു കാർ എടുത്തുകൊണ്ട് അവിടെ പോയി അതിലേ ഞങ്ങളെല്ലാം കറങ്ങും. ഞാനും ശങ്കറും ഒക്കെ കറങ്ങാം. ഞങ്ങളുടെ സിനിമ ഒന്നും റിലീസായിട്ടില്ല. ശ്രീനാഥ് അങ്ങനെ ഞങ്ങൾ കറക്കം തന്നെയായിരുന്നു അവിടെ. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസ് അങ്ങനെ ഡ്രൈവിന് പോകുന്നു. എല്ലായിടത്തും പടം റിലീസായി. ഞങ്ങൾ ഓവർനൈറ്റ് സ്റ്റാറായി. എനിക്ക് തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല. ഞാൻ നോക്കുമ്പോൾ ഓൾ ബിഗ് കമ്പനീസ് എന്നെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 1-2 ആഴ്ചത്തെ ഇതേപോലെ ടൂർ ഉണ്ടായിരുന്നു, ഈ തിയേറ്റർ ടൂർ. ആ തിയേറ്റർ ടൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ മീ ദിസ് ഗായ്. അപ്പോൾ അവർ വേറെ എന്തോ
ഭയങ്കര ക്രൗഡായിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഒരു 80% എൻ്റെ കൂടെ ആയിരുന്നു ശരിക്കും. എന്നെ അവർ കറക്റ്റ് ആ സമയത്ത് സൂപ്പർ സ്റ്റാർ രജനി കമലിൻ്റെ ഈക്വലായിട്ട് വരികയാണ്. ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്ന അന്നത്തെ മെയിൻ ആയുധപ്പട അശ്വരോധം അഭിനയിക്കുന്നത് അന്നത്തെ സുകുമാരൻ്റെ റേറ്റ് മേടിച്ചിട്ടാണ്, ഹെവി റേറ്റ്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ലല്ലോ, എനിക്ക് ഇൻഡസ്ട്രിയുടെ പരിപാടിയില്ല. എനിക്ക് വായി തോന്നുന്നു പറയും, അത് തരാൻ തയ്യാറാവും. സോ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി ദിസ് ഈസ് സ്റ്റാർട്ടപ്പ്. നമ്മൾ ഭയങ്കര ഹൈ പൊസിഷനിലേക്ക് ആവുന്നു. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര ക്രൗഡ്, ഭയങ്കര ജനം വരുന്നുള്ളതിനകത്തേക്ക്. അപ്പോൾ ടോട്ടലി നമ്മളത് എൻജോയ് ചെയ്തു. തുടക്കത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ സ്റ്റോപ്പ് ആവുന്ന ഗാർഡ് മറ്റേ പച്ചക്കുടി അയാൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് ഒപ്പിടാൻ മേടിക്കാൻ സേലത്ത് വെച്ച് ഞാൻ JPR കൂടി യാത്ര ചെയ്തിട്ട്. MGRൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള പുള്ളിയുടെ ഒരു പടം അഭിനയിക്കുന്ന സമയമാണ്. ഹേമേന്ദ്രനാണ് അതിനകത്ത് ക്യാമറമാൻ, T. രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇതേലും ഒരു അപ്പോൾ ഞാൻ പനമനത്തുപട്ടി ഒരു 5-8 കിലോമീറ്റർ ദൂരെയാണ് സേലത്തിൽ നിന്നല്ല. അപ്പോൾ ആ ചെറിയ വഴി കൂടി പോകുമ്പോൾ ഞാൻ ഏത് വണ്ടിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ കംപ്ലീറ്റ് റോഡ് സൈക്കിളിട്ട് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ഓരോ റോഡിൽ കാറിലും നോക്കിയത്. എന്നെ അപ്പോൾ തലൈവറേനെ വിളിച്ചു. അപ്പോൾ ജയ്പൂരിലൊരു ഞാൻ ഒറിജിനൽ തലൈവരുടെ പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നിൽ നിന്നപ്പോൾ ഒരുപാട് ഞാൻ എന്താ ചെയ്യണേ, എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം വന്നിട്ട് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു വിവരത്തോടെ അല്ല പിന്നെ ഞാൻ ചെയ്തിരുന്നത്. എല്ലാം ഒഴുക്കിൽ പോവുക. യു ആർ എക്സൈറ്റഡ്, ഓവർ എക്സൈറ്റഡ് ആയി, ഓവർ വില്ലിങ് ആയി. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. എല്ലാം എക്സ്ട്രീം ആയിരുന്നില്ലേ? എക്സ്ട്രീമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ ഈക്വലായിട്ട് കമലിൻ്റെ കൂടെ എനിക്ക് ആ സമയത്ത് പറഞ്ഞില്ലേ, ഞാൻ ഈക്വൽ കട്ടൗട്ട് വരുന്നു. ഞാൻ സകലകല ഈക്വൽ കട്ടൗട്ട് ഞാൻ മോഹൻലാൽ നിൽക്കണേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് എൻജോയിങ് ഇറ്റ്. അവിടെയാണ് ആ ഒരു 3-5 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ടോട്ടലി ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് ഒരുപാട് പാലുകൾ കയറുന്നു. അതൊന്നും എനിക്കറിയാം, ഞാൻ അറിയാത്ത പല കഥകളും എന്നെ പറ്റി വന്നു. അപ്പോൾ ഞാനതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മാവിള്ള മരത്തിലെ കല്ലെറിയും. അപ്പോൾ ബേസിക്കലി അതൊന്നും നമുക്ക് അത്ര മെച്യൂർഡൊന്നും അല്ലല്ലോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാർ ആയവനല്ലേ. ഞാൻ അത്ര മെച്യൂർഡൊന്നും ആയിട്ട് ഇരിക്കുമ്പോഴുള്ള സ്റ്റാർഡം കിട്ടിയവനൊന്നും അല്ല. സോ അതിൻ്റെ ഐഡിയ വർക്ക് ഹാർഡ് ഓൾസോ. മനസ്സിലായോ? അത്രയും ഭയങ്കരമായിട്ട് സ്റ്റാർ ആവണം എന്നുള്ളതിനകത്ത് ഞാൻ താഴേന്ന് ഞാൻ കയറി വന്ന സാധനമല്ല പെട്ടെന്ന്. ഞാൻ ഓവർ സ്റ്റാർ ആയിരുന്നു. ആക്ച്വലി ഐ എൻജോയ്. ദാറ്റ്സ് എ ഗിഫ്റ്റ് ഗിവൺ ബൈ ഗോഡ് ടു മീ. ആക്ച്വലി എൻജോയ്. ഓക്കെ, സോ ഐ റിയലി എൻജോയ്ഡ് ആ സമയത്തേക്ക് എല്ലാത്തിലും. അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത കാരണം എന്താ പറഞ്ഞാൽ യു ഗെറ്റ് ലോട്ട് ഓഫ് ഫെസിലിറ്റീസ്, എവറിത്തിങ്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, ഫാൻസ് അറൗണ്ട് യു, എവറിവെയർ, ഫാൻസ് അറൗണ്ട് യു, ആൾ കൂടുന്നു. ദർ ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ആക്ച്വലി. യു ആർ ആക്ച്വലി അത് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ ഹാർഡായിട്ട് നമ്മൾ സ്ലോലി വർക്ക് ചെയ്ത് പതുക്കെ കയറുവാണെങ്കിൽ നമുക്കറിയില്ല. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും. എനിക്കത് മാനേജ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കഥകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ സോമേന്ദ്രയുടെ എൻ്റെ ആർട്ട് ഫിലിമിൻ്റെ കാര്യം ഞാൻ കുറച്ച് നാൾ മാറിപ്പോയല്ലോ. അതിലേക്ക് രണ്ടാമതും പതുക്കെ കയറാനുള്ള ഞാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ അങ്ങനെ സോമേന്ദ്രയുടെ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ പോയി ആ പടം പോയി ചെയ്യാം. ആർട്ട് ഫിലിമാണ്. മറ്റേ ശ്രീധർ എന്ന് പറഞ്ഞൊരു സെൻസർ ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. പുള്ളി കുറച്ചൊരു ഇൻ്റലക്ച്വലാണ്. മൺസിവന്താൽ കൺസിവെക്കും എന്ന് പറഞ്ഞൊരു പടം വന്നിട്ട് മനിത ഓക്കെ എന്നുള്ളൊരു പാട്ട് ഭയങ്കര ഒരു റെവല്യൂഷണറി ആയിട്ടൊരു നക്സലൈറ്റ് ലീഡറായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നത്. വെൺമണി സംഭവം വലിയ ഒരു ഹരിജൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അത് ഞാൻ അപ്പോൾ കൂത്തുപട്ടയായിട്ട് പരിചയമാവുന്നു രണ്ടാമത്. അങ്ങനെ വേറൊരു ലോകത്തിലേക്ക് ഞാൻ ആ സോമേന്ദ്രയുടെ ഗ്യാങ്ങിലേക്ക് കൽക്കട്ടയിൽ നിന്നുള്ള ഒരുപാട് ഇൻ്റലക്ച്വൽസ് അദ്ദേഹത്തെ പൂർണ്ണെന്തായും സോമേന്ദ്രയെയൊക്കെ കാണാൻ വരുമായിരുന്നു. കാരണം മിക്കവാറും പടങ്ങൾ ഒന്ന് മദ്രാസിലായിരുന്നു, പ്രസാദിലായിരുന്നു അത് ലാബ് അവർ യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം വരുന്നു ആക്ച്വലി വന്നിട്ട്. അത് അടുത്ത പടം ഞാൻ അടുത്ത പടവും ഞാൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒപ്പം. എന്നോട് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇല്ലാത്ത സമയത്തിൽ ഞാൻ പല പടങ്ങളും വിട്ടിട്ട് ഈ പടത്തിനകത്തേക്ക് ഫുൾ ടൈം ഞാൻ ഈ പടത്തിൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു.
അപ്പോൾ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ചുമ്മാ ഞാൻ അഭിനയം കഴിഞ്ഞാൽ ഇല്ലാത്ത ദിവസങ്ങൾ ഞാൻ പോവില്ല. ഞാൻ പടങ്ങൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്ന് പുള്ളിയുടെ കൂടെ കട്ടർ പിടിക്കാനും പുള്ളിയുടെ ലൈറ്റിങ്ങിൻ്റെ കൂടെ നിൽക്കുകയും, കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സിനിമയുടെ ക്യാമറമാനാണ് സത്യജിത്രയുടെ. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. അങ്ങേരെ എന്നോടത്ത് ഭയങ്കര കാര്യം, ആ കാര്യത്തിന് ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാൻ അതിനകത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വേറെ ഒക്കെ നിർത്തി. അപ്പോൾ ആ സമയം ഞാൻ ചെയ്യുന്ന അടുത്ത വാരീസ് രജനി കൂടെ സകലകലാ വല്ലവൻ കമലിൻ്റെ കൂടെ ഞാൻ ഈ രണ്ടുപേരുടെയും കൂടി മെയിൻ വില്ല, രണ്ട് വലിയ കമ്പനികളിലെ സത്യാമോചൻ്റെ ABMൻ്റെ പടം ചെയ്തു. ബാക്കി പടമൊക്കെ ആണെങ്കിൽ വിട്ടു. മനസ്സിലായോ? ഇങ്ങനെ ഈ പടത്തിനകത്തേക്ക് മാത്രം നിൽക്കുന്നു ആർട്ട് ഫിലിമിൽ. അത് തന്നെ. അത് രണ്ടാമത് ഞാൻ കയറുകയാണ്. അവിടുന്ന് ഏറുമനെ അങ്ങനെ പല പടങ്ങളിലേക്കും ഞാൻ കയറി. അത് എന്നെ പിന്നീട് ഞാൻ അത് ചേഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയവും ഞാൻ അവിടെ നിൽക്കുവാണല്ലോ. അപ്പം പല സംസാരങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള പ്രഷർ ടൈമിൽ പുള്ളിയായിട്ടുള്ള സംസാരത്തിലാണ് എന്നെ പിന്നീട് എൻ്റെ പഴയ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈമിൽ ഞാൻ ഭരതേട്ടൻ്റെ കൂടെയും, കാരണം ഞാൻ ഈ ഹിറ്റായതുകൂടി ഞാൻ അവരുടെ നിന്ന് മാറി. ഞാൻ തമിഴ് കൊമേഴ്സ്യൽ സ്റ്റാറായിരുന്നു. അപ്പോൾ ഭരതേട്ടനോടൊന്നും എനിക്ക് ചാറ്റില്ല. പക്ഷെ പപ്പേട്ടൻ തന്നെ പല കഥയിലും പിന്നെ ഈ കരിമ്പി മൂവിനൊക്കെ വന്നിട്ട് എന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് തന്നെ ശരിയല്ലേ, എനിക്കങ്ങനെ എൻ്റെ പേര് തന്നെ രവീന്ദ്രൻ അങ്ങനെ ഇട്ട്. പപ്പേട്ടൻ തന്നെ വലിയ കാര്യം, കാരണം ഞാൻ പുള്ളിയുടെ ഈ റൂബി ക്യൂബ് പഠിപ്പിച്ചിട്ടുണ്ട്. റൂബി ക്യൂബ് സോൾവ് ചെയ്യുന്നത് അത് തന്നെയാണ്. ആ പുള്ളിയുടെ വീട്ടിലുണ്ട്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അത് ഞാൻ കൊടുത്ത റൂബി ക്യൂബാ 80കളിൽ. ഞാൻ അത് ഭയങ്കര തമാശയാണ്. ഞാനും രതീഷും കൂടി പോകുമ്പോൾ ഞങ്ങൾ ചുമ്മാ പലരെയും പറ്റിക്കുമായിരുന്നു. ഞാനിങ്ങനെ ടൈം പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ അറിയാമായിരുന്നു ആ സമയത്ത് റൂബി ക്യൂബ്. അപ്പോൾ അങ്ങനത്തെ ഒരു വേറൊരു ലൈഫിൽ ജീവിച്ചിരുന്ന ഒരുത്തനാണ്. അപ്പോൾ അത് എനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്താണ് ഞാൻ എന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനപ്പോൾ അതിനെനിക്ക് കാരണമുണ്ടായി. ഞാൻ ബ്രേക്ക് ഇടാനായിട്ട് അപ്പോഴും പറ്റിയില്ല. ഞാനപ്പോൾ ആ സമയത്താണ് ഈ രജനീഷിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്, ജെ കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങൾ വായിക്കാൻ 85 ലേറ്ററായിട്ട്. ആ സമയം തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള ഈ ഫിലിം സൊസൈറ്റികളും അവിടുത്തെ വന്നിട്ടുള്ള പട്ടിമன்றങ്ങളുണ്ട് ആക്ച്വലി. അത് പിന്നെ അതല്ലാതെ വന്നിട്ടുള്ള ലിറ്റററി ഡിസ്കഷൻസ് ഒരുപാടുള്ള സമയമാണ്. ഇവിടെ നിന്ന് കേരളത്തിൽ അന്ന് ഭയങ്കരമായിട്ടുണ്ടായ പോലെ അവിടെ ആ മൂവ്മെൻറ്റ്, അത് വളരെ ലിറ്റിൽ മാഗസിൻസുകൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇവിടെയുള്ള നമുക്ക് ലിറ്റിൽ മാഗസിൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ശരിക്കും. അത് ഇൻ്റലക്ച്വലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ചെറിയ ചെറിയ സൊസൈറ്റികളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അവിടെ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ലിറ്റിൽ മാഗസിൻസ് എന്നതിന് പറയുക, പ്രൈവറ്റ് ആയിട്ടുള്ള അത് സർക്കുലേഷനുള്ള മാഗസിൻസ്, അതിനകത്ത് ഇൻ്റലക്ച്വൽ ടോക്ക്. അപ്പോൾ അങ്ങനെ അവിടെ ആ സമയമാണ് ഞാൻ ശരിക്കും യൂറോപ്യൻ തോട്ട്സിലേക്ക് ഇറങ്ങുന്നത്. അതൊരു മാറ്റം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ലൈക്ക് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, 60s കൾച്ചറൽ റെവല്യൂഷൻ ലോകം മുഴുവൻ ഉണ്ടായതിൻ്റെ റിഫ്ലക്ഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന 70s ആൾക്കാരുടെ ഇൻ്റലക്ച്വൽ കാലം എല്ലായിടത്തും. ഞാൻ മ്യൂസിക്കിൻ്റെ ഭാഗമായി മാറി. ഈ വുഡ് സ്റ്റോക്കൊക്കെ 69-ലുണ്ടായിരുന്ന മറ്റവരെല്ലാം റൈറ്റിങ്ങിൻ്റെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി. മനസ്സിലായില്ലേ? അന്നത്തെ ലൈക്ക് ആംഗ്രി യങ്മെൻ അവരതായിരുന്നു യഥാർത്ഥത്തിൽ. അതിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇപ്പോൾ റോളൻ ബ്രത്ത്, ലൈക്ക് ഡെറേഡയുടെ, ലൈക്ക് രജനീഷിൻ്റെയും ജെ കൃഷ്ണമൂർത്തിയുടെയും സ്പിരിച്വാലിറ്റിയും ഇന്ത്യൻ മിത്തോളജിയെ കുറിച്ചിട്ടൊക്കെ ഉള്ള. അപ്പോൾ എനിക്കങ്ങനെ മോട്ടിലാൽ ബനാറസ് ഞാൻ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ വ്യത്യസ്തമായിട്ടുള്ള അറിവിലേക്ക് ഞാൻ എന്നെ വളർത്താനായിട്ട് തുടങ്ങി ആ സമയം. മോട്ടിലാൽ ഞാനങ്ങനെ മിക്കവാറുമുള്ള പബ്ലിഷേഴ്സുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്ത് എനിക്ക് ഒരു 35% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലായിടത്തും. അങ്ങനെ എൻ്റെ ഈ 10,500 പുസ്തകങ്ങളുണ്ടാവും. ഡെയിലി വായനകളിൽ കൂടി പുസ്തകങ്ങൾ വരുത്തിക്കാൻ തുടങ്ങി. സിനിമയുടെ പുസ്തകങ്ങൾ, ആർട്ടിൻ്റെ പുസ്തകങ്ങൾ, മോഡേൺ തോട്ട്സ് ലൈക്ക് വാലമീൻ പോപ്പ്, ഇത്തരം കാര്യങ്ങൾ സോഷ്യോളജിയെ കുറിച്ചിട്ട് ഞാനൊരു സിനിമ എടുക്കാനായിട്ട് തുടങ്ങാനാണ് കാരണവുമായി.
അതും എന്നെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അത് തെരുക്കൂത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എത്നോഗ്രാഫിയെക്കുറിച്ചിട്ട് പഠിക്കുക, ലൈക്ക് സൈക്കോളജി, ഫിലോസഫി, മിത്തുകൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വന്നേനെ തെരുക്കൂത്ത് എങ്ങനെ മഹാഭാരത കൂത്ത് ഒരു ദ്രാവിഡൻ കളിക്കുമ്പോൾ എങ്ങനെ വന്നിട്ടുള്ളത്, അതിന് like in Arya basically male deities are more powerful, but in Dravida ഫീമെയിൽ ഡയറ്റീസിനാണ് ഏറ്റവും കൂടുതൽ. അമ്മൻ വഴിപാട് കൊണ്ടവരാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഫീമെയിൽ ഡയറ്റ. സോ ദ്രാവിഡ ആര്യ സബ്ജക്റ്റിനെ ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാൻ തുടങ്ങിയത് സ്പിരിച്വലായിട്ടല്ല, നമ്മൾ ലൈക്ക് സോഷ്യോളജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആൻഡ് എത്നോഗ്രാഫിക്കൽ ആക്ച്വലി വന്നിട്ടുള്ള രീതിയിൽ. ഈ മുട്ല ബെർണാർഡസിൽ ഒരുപാട് ജർമ്മൻ ആൾക്കാരുടെ ബുക്കുകൾ ഉണ്ടായിരുന്നു, സയൻറ്റിഫിക്കായിട്ട് ഇതിനെ പഠിക്കുന്നത്. ഇവിടെ അതിരാത്രമൊക്കെ നടന്ന സമയമാണ് തൃശ്ശൂർ. അതിനെക്കുറിച്ചൊക്കെ ബുക്കുകൾ കറക്റ്റായിട്ട് അന്ന് ഈ മുട്ല ബെർണാർഡസ് ഇറക്കിയിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് 35% ഡിസ്കൗണ്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. താളങ്ങളെ കുറിച്ചിട്ടും മദ്ദള വയൽ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, ലൈക്ക് സൂഫിസം. അപ്പോൾ രജനീഷിൻ്റെ ഇതിലൂടെ എല്ലാത്തിനെയും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഹാസ്യരിസത്തെക്കുറിച്ചിട്ട്, സൂഫിസത്തെക്കുറിച്ച്, താവോയിസത്തെക്കുറിച്ചിട്ട്, ജൈൻ ബുദ്ധിസത്തെക്കുറിച്ചെല്ലാം വന്നിട്ടുള്ള വളരെ സിംപ്ലിഫൈഡ് ബുക്കുകൾ ഉണ്ടായിരുന്നു വന്നിട്ട് രജനീഷിൻ്റെ. ആ സമയത്ത് രജനീഷിൻ്റെ ഒരു 4 ഓഡിയോ കാസറ്റ് ഇറങ്ങി, ക്രിയേറ്റിവിറ്റി, ഡെപ്ത് എന്നൊക്കെ പറയുന്ന 4 ഓഡിയോ. ഇത് ഫുൾ ടൈം ഇത് കേൾക്കുകയാണ് 10-15 പ്രാവശ്യം. ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തതിൽ ആ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതും സിനിമയുടെ പഠിത്തവും ഈ സിനിമയുടെ ചർച്ചയായിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ആ കാലഘട്ടം. കാരണം എൻ്റെ പടം 150 ദിവസം ഓടുന്നതുകൊണ്ട് അവിടെ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് സിനിമകൾ ചെയ്യുന്നവരല്ലല്ലോ. ഇപ്പോൾ വിജയൊക്കെ അതേപോലെ തമിഴിൻ്റെ സ്റ്റൈലാണ്. അതെനിക്ക് ഗുണം ചെയ്തു. ഞാൻ മാറിയതായപ്പോൾ അറിയില്ല. ഞാൻ ഈ പടവുമായിട്ട് നടക്കുമായിരുന്നു. അത് പിന്നെ അതിനകത്ത് LTTക്കാർ ഉപയോഗിച്ചിരുന്നപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടാകുന്നതും ആ LTT ബാൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സിനിമയെ അത് ബാധിക്കപ്പെടുവാണ്. കാരണം എൻ്റെ പടത്തിൻ്റെ ക്ലൈമാക്സ് അതാണ്. എന്നെ എൻ മണ്ണിൽ പുതൈത്തായി പകയവനെ എൻ മണ്ണെ നീ എங்கே പുതൈപ്പ. എന്നെ നീ എൻ്റെ ഈ മണ്ണിൽ കുഴിച്ചിടും, പക്ഷെ എൻ്റെ മണ്ണ് നീ എവിടെ കുഴിച്ചിടും? പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. അതിലാണ് നമ്മൾ ഇതിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്കാവുകയും കല്യാണം വയ്ക്കുകയും ചെയ്തിരിക്കുന്ന ആ സമയത്താണ് ഞാനിവിടെ വന്നിട്ട് മുഖമുദ്ര മുഖചിത്രം എന്നൊരു പടവും ചെയ്തു. ഈ പടവും മറ്റേ പപ്പയുടെ സ്വന്തം അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. കുഴപ്പമില്ലാതെ ഓടി തിലകൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ടൈം കറക്റ്റാണ്. അവിടെ നിന്ന് പിന്നെ ഞാൻ അഭിനയിച്ചില്ല. ഞാൻ എൻ്റെ പഠിച്ചതെല്ലാത്തിനെയും ഞങ്ങളുടെ ഫാമിലി ബിസിനസ് സ്റ്റീൽ സിമെൻറ്റ് അവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. പഠിച്ചത് ആർട്ടല്ലേ? ആർട്ട്. ആ ആർട്ടിനെ ഞാൻ എങ്ങനെ, കാരണം ഞാൻ അതിലാണ് കണ്ട ഈ എൻ്റെ ഈ റിസർച്ചിൽ ഞാൻ ഓൾമോസ്റ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, തമിഴ് യൂണിവേഴ്സിറ്റി, മധുരൈ യൂണിവേഴ്സിറ്റി, ഒരുപാട് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള റിസർച്ച് ആൾക്കാരുമായിട്ട് ഞാൻ എൻ്റെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതല്ല. ഈ ദ്രാവിഡ ആര്യ ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ ആഴത്തിലേക്കുള്ള പഠനത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ തമിഴ് ഒരുപാട് ഭയങ്കരമായിട്ട് തൊൽകാപ്യം, തമിഴ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും സംഘകാലത്തെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ ഇതിൻ്റെയൊക്കെ വന്നിട്ടുള്ള മീറ്റിങ്ങുകളിലും വന്ന ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ പോയ കുറേ നാളുകളുണ്ടായിരുന്നു വില്ലേജിൽ താമസിക്കുന്നു. അങ്ങനെ ഞാൻ ആക്ച്വലി എനിക്ക് ഇതെല്ലാം വന്ന് ആകസ്മികപ്പെടുകയാണ്. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിനൊക്കെയുള്ള എൻ്റെ വരവ് എന്ന് പറയുന്നത് വയനാട്ടിൽ ഞങ്ങൾ ഈ കാടുകളിലൂടെ അതിൻ്റെ ഇതിലൂടെ വരുമ്പോൾ ഞാനൊരു ജർമ്മൻ പയ്യനെ പരിചയപ്പെടുകയാണ്. ഞാൻ ചുമ്മാ അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം അപ്പോൾ ഞാൻ ഈ രജനീഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഒരു ദിവസം ഞാൻ കാണുമ്പോൾ മദ്രാസിൽ ലോഞ്ച് ചെയ്യുക. അവൻ്റെ ബുക്ക് ഇഷ്ടംപോലെ. അങ്ങനെ എനിക്ക് താവോ ഫിസിക്സ് എങ്ങനെ മിത്തും ക്വാണ്ടം ഫിസിക്സൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെടുന്ന ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ലൈക്ക് ആൽവിൻ ടോഫ്ലറുടെ ഫ്യൂച്ചർ ഷോക്ക്, തേർഡ് വേവ് എന്ന് പറയുന്ന ബുക്കുകളിലേക്കുള്ളത് എൻ്റെ ഒരു യാത്രയിലേക്ക് വരുവാണ്. അത് അപ്പോൾ ദീസ് ആർ ഓൾ നോട്ട് ഒന്നും പ്ലാൻഡ് അല്ല, ഇറ്റ്സ് ഓൾ ഹാപ്പനിങ്. സോ ഞാൻ എൻ്റെ വഴിയിലേക്ക് പോകുന്ന വഴികൾ ഐ ബിലീവ് ഇൻ ഗോഡ് ആൻഡ് എൻ്റെ ഡെസ്റ്റിനിയെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങിയായിരുന്നു.
അതാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഡെസ്റ്റിനിയെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതിനെ ആഴമായി ചിന്തിക്കുക. കാരണം അത് എനിക്ക് ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മിത്തുകൾ പഠിക്കുമ്പോൾ ഇപ്പോൾ അർജുനന് കിട്ടിയ അർജുന ശാപം ഉപകാരമായിട്ടാണ് പറഞ്ഞത് പല കാര്യങ്ങളും. ഇല്ലെങ്കിൽ അർജുനന് അങ്ങനെ ഒരു വനവാസം അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്നും നമുക്ക് ഉണ്ടാവുന്നത് മറ്റൊരു മാറ്റത്തിനായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മനുഷ്യനെ തിരിച്ചറിയാനായിരിക്കും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ നമ്മൾ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളും നമുക്ക് പുതിയൊരു വാതിലെയാണ് തുറക്കുന്നത് യഥാർത്ഥത്തിൽ. സോ യു ലുക്ക് അറ്റ് ഇറ്റ്, താവോ ഫിസിക്സ് ഈസ് ആക്ച്വലി ലൈക്ക് ശിവയുടെ ശക്തി. ഐ ലൈക്ക് വേർ ആക്ച്വലി ഡിസ്ട്രക്ഷൻ ക്രിയേറ്റ് സംതിങ്. ആക്ച്വലി the destruction and the creation is same thing. That is basically Shiva എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് താവോ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഫ്രിഡ്ജ് ഓഫ് കാപ്ര ഉണ്ടായിരുന്നു. അത് ഫിസിക്സ്, അഡ്വാൻസ് ഫിസിക്സിന് ക്വാണ്ടം ഫിസിക്സ് എല്ലാം മിക്സ് ചെയ്യും. അങ്ങനെ അപ്പോഴാണ് ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇറങ്ങുന്നത്. അങ്ങനെ അതിലേക്ക് ഞാൻ കയറാനായിട്ട് വഴി ഉണ്ടാവുക. അതിനൊക്കെ മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ അതിന് ശേഷമാണ് ഞാൻ പപ്പട ഇങ്ങോട്ടേക്ക് വരുന്നത്. മനസ്സിലാക്കിയതിന് അതാണ് ഇതിനെല്ലാം എനിക്ക് ഉൾക്കൊണ്ട സമയത്താണ് ഞാൻ ഈ പപ്പട സ്വന്തം അപ്പൂസിൽ അവരെ നിർത്തിയിട്ട് ഇതിന് അത്രയും പഠനം നടത്തിയതിന് ശേഷം അതിനെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള അവസരമാണ് ഞാൻ നോക്കിയത്. അതായിരുന്നു ഞാൻ ഇതിനകത്തുള്ള ആവശ്യം. കാരണം ഞാൻ ഈ അഭിനയിച്ചുകൊണ്ടിരുന്ന ഈ പഠിച്ച മുഴുവൻ വേസ്റ്റായി. ഞാനപ്പോൾ ഏകദേശം ഒരു 16 മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ 18 മണിക്കൂറൊക്കെ വായി. വളരെ കുറച്ച് മണിക്കൂർ പകലിരുന്ന് പഠിച്ചെടുക്കാൻ. നമ്മൾ ആ പുതിയ പുതിയ അറിവുകൾ നേടുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും. അപ്പോൾ എനിക്ക് അതിനകത്ത് എന്താ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ വിഷ്വൽ ലിറ്ററസി എൻ്റെ ഭാഗമായി. ആർട്ടിനെ എങ്ങനെ ഉപയോഗിക്കാം, ആർട്ടിനെ എങ്ങനെ വന്ന് റിലീജിയൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആർട്ടിനെ എങ്ങനെ വന്ന് പഴയ സമയത്ത് വന്നിട്ടുള്ള റൂളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ടു പ്രൊപ്പഗേറ്റ് ഇറ്റ്. അതാണ് തിരുക്കൂത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ അല്ലെങ്കിൽ ഈ സാധാരണ മനുഷ്യനിലേക്ക് വന്നിട്ട് ഈ സാൻസ്ക്രിറ്റ് ടെസ്റ്റ് ഒന്നും രാമായണോ മഹാഭാരതം എത്തൂലായിരുന്നു. ഓക്കെ, ദ യൂസ് ആർട്ട്. ഓക്കെ, സോ അത് നമുക്കതൊരു ചർച്ചയായിരുന്നു. കാരണം ഗത്താറിനെ പോലുള്ളവർ തെരുവ് നാടകങ്ങൾ യൂസ് ചെയ്ത് അതിന് വേണ്ടിയാണ്. ഈ പൊളിറ്റിക്സ് വന്നിട്ട് ഞങ്ങളിലേക്ക് എത്താനായിട്ട് ബാദൽ സർക്കാർ അത് വേറൊരു തൻ്റെ സോഷ്യൽ തിങ്കിങ് വന്നിട്ട് സ്ട്രീറ്റ് ഡ്രാമയിലൂടെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഛത്രാശ്മി വന്നിട്ടുള്ളതിനകത്ത് ഇടതുപക്ഷത്തെ കാഴ്ചപ്പാടുകളെയും പ്രശ്നങ്ങളെയും വന്നിട്ട് സ്ട്രീറ്റ് ഡ്രാമയിലൂടെ പറഞ്ഞു. ഞാൻ ഇവരൊക്കെ ആയിട്ട് ഈ ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോൾ ബന്ധം ഉണ്ടാവാൻ തുടങ്ങി. ഡൽഹിയിലായിരുന്നല്ലോ ഫെസ്റ്റിവൽ. ഇതെല്ലാം എന്നെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പപ്പേഴ്സുണ്ട് അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനും ഈ പഠനം മുഴുവനും ഞാൻ പല രീതിയിൽ ഉപയോഗിക്കാം. മഹാഭാരതത്തിൻ്റെ കഥ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സ്റ്റീൽ വിറ്റു. അതെ, ഞാൻ കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീലിൻ്റെ ഞങ്ങളുടെ ലോഡ്ജാണ് ടാറ്റയുടെ. വി ആർ ദ സോൾ ഡിസ്ട്രിബ്യൂട്ടർ. സൗത്ത് പാർക്കിലാണ് ഞങ്ങളുടെ ലോഡ്ജ് വെച്ച കട. അപ്പോൾ ഞാൻ വലിയൊരു പ്രൊസഷൻ ഉണ്ടാക്കി. ആന ഗീനയൊക്കെ വെച്ചിട്ടില്ല. ഭയങ്കര ഈ തരം വന്നിട്ടുള്ള എല്ലാം ഞാൻ പഠിച്ചക്കട എനിക്ക് ഉപയോഗിക്കണമല്ലോ. എൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ ടാറ്റയുടെ സോൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ കഥയൊക്കെ എടുക്കുക. അന്ന് കാവാലത്തിൻ്റെ തിയേറ്റർ ആൾക്കാരുണ്ട്, അവരെ വെച്ച് ഞാൻ ഈ കൺസെപ്റ്റ് ഉണ്ടാക്കുക. അതിലെന്താണെന്ന് പറഞ്ഞാൽ ദുശാസൻ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഹട്ടാസിച്ച് വരുന്നു. കുഞ്ഞാലിക്കുട്ടി സാറൊക്കെ ആയിരുന്നു അന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. മറ്റേ കേരള കോൺഗ്രസിൻ്റെ അനിം ജേക്കബിൻ്റെ ഫാദറില്ലേ, ജേക്കബായിരുന്നു അന്നത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ. പുള്ളി ഉണ്ടായിരുന്നു അന്നുള്ളത്. മൗസാറാണ് ഫസ്റ്റ് ബയർ സൗത്ത് പാർക്കിൽ. അങ്ങനെ അവരെ ഭയങ്കര പേരും സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടിയ. അവ പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് പാഞ്ചാലി വന്ന് വീഴുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ബഹളവും മറ്റ് വസ്ത്രാക്ഷേപത്തിൻ്റെ സാധനവും കൃഷ്ണൻ വരുന്നു. അപ്പോഴാണ് പിന്നെ മനസ്സിലാവുന്നത് പാഞ്ചാലി കേരളമായിട്ടും ദുശാസനൻ കൊറോഷനായിട്ടും കൃഷ്ണൻ കൊറോഷൻ റെസിസ്റ്റൻസ് ചെയ്തുമായിട്ടുള്ള ഒരു പ്ലേ കാർഡുകൾ വെച്ചിട്ടുള്ളൊരു ഒരു ഐഡിയ. Everybody was standing ovation. The last meaning that this is happening actually. ആ നരേഷനിലൂടെ അത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ.
എൻ്റെ അടുത്ത് എനിക്ക് ഗൾഫാറിൻ്റെ വർക്ക് കിട്ടിയത് NM സലീം അതിൻ്റെ ആർക്കിടെക്ട്. ഞാൻ ആർക്കിടെക്ട് മീറ്റ് ഞങ്ങളെ സ്പോൺസർ ചെയ്ത് ഞങ്ങളല്ല ടാറ്റ സ്റ്റീൽ, ഞാൻ അതിന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിന് ഞാൻ പ്രേമൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ട് എറണാകുളത്തുള്ള അമ്പലത്തിലെ വർക്ക് ചെയ്യുന്നൊരു പയ്യനാണ്. അവന് ബാസബേരിയ അല്ലെങ്കിൽ ഇവരുടെ ചന്ദ്രഹാസൻ്റെ ടീമിലൊരു മെമ്പറായിരുന്നു, 1 man ഷോ. അപ്പം അത് ശരിക്കും ഞങ്ങൾ ഈ കൂത്തിനെയും കഥകളിയും, അവൻ കഥകളിയൊക്കെ പഠിച്ചതാണ് വന്നിട്ടുള്ളതിനകത്തേക്ക്. കൂത്തും കഥകളിയുടെയും എല്ലാത്തിൻ്റെയും ഉള്ള ഒരു ഫ്യൂഷനുള്ളൊരു തിയേറ്ററിക് ഫോമാണ്. അതൊരു തച്ചൻ്റെ ദുഃഖം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. കേരളത്തിൻ്റെ ചുരങ്ങളിലൂടെ നടന്നു വരുന്ന ഒരു തച്ചൻ, 1 man ഷോ. അപ്പോൾ അവന് കേരളം കാണുന്നു, പോകുന്ന വെള്ളത്തിനുള്ളിൽ പോകുന്ന മീനുകൾ, കാമകൾ, അതിന് വെള്ളം തെളിക്കുന്നു, അവൻ്റെ സന്തോഷമാവുന്നു. അവൻ അവിടെ കൂടെ കറങ്ങി ഒരു ആനന്ദനൃത്തം ചെയ്യുന്നു. അവനവിടെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നു. പെട്ടെന്ന് തണ്ടർ ആൻഡ് സൗണ്ട്, മഴയൊക്കെ വരുന്നു. അവൻ ഉടനെ പേടിച്ച് അലറി ഒടിച്ചിട്ട് അവൻ മാറുന്നു. അവനോടി അവിടെ ചെല്ലുന്നു. അവൻ നേരെ ഇതിനെ രക്ഷപ്പെടുത്താൻ, അവൻ്റെ ക്രിയേഷൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എല്ലാം തകർന്നു വീഴുന്നു. അവൻ ദുഃഖിച്ച് വീഴുന്നു. അവൻ ചാടി താണ്ഡവ നൃത്തം ആടി വീഴും. So this is a warning to you that there are 4,000 crores rupees worth of buildings are getting abandoned in Kerala because of corrosion. So all your creations in vain. Okay, fine. അന്നത്തെ കളക്ടർ ആരായിരുന്നു? അദ്ദേഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു അന്ന് ആർക്കിടെക്ട് വീട്ടിൽ. അന്ന് എൻ്റെ അടുത്ത് NM സലീം എന്ന് പറയുന്നത്, നാളെ ഒന്ന് താൻ ഓഫീസിലേക്ക് വരാൻ പറയാൻ. ഞങ്ങൾ ടാറ്റ സ്റ്റീലിൽ പോയി, ദിസ് വർക്ക് ഐ ബാക്ക് ഇറ്റ്. തുഞ്ചൻപറമ്പിൻ്റെ കൂത്തമ്പലം ഞാനാണ് ചെയ്തത്. ഇവിടെ കേരളത്തിൻ്റെ കംപ്ലീറ്റ് പെട്രോൾ ബങ്കുകളുടെ ഞാൻ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ത്യൻ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് മാറി. ഈ 53 ഗ്രേഡ് വന്നപ്പോൾ ഒരുപാട് പേസിംഗ് മീറ്റ് കിടത്തി. അങ്ങനെ അവരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ ഈ സിനിമയിൽ വിളിച്ചത്. അങ്ങനെ ഞാൻ വേൾഡ് ഓഫ് കോൺക്രീറ്റ്, ഇവിടുത്തെ ഇന്ത്യൻ കോമ്പറ്റീഷൻ റെപ്രസെൻറ്റേറ്റീവ് വേൾഡ് ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ എനിക്കൊരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, അത് ചെയ്തു വന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺവീനറായിരുന്നു 96, 3-4 വർഷം. എല്ലാം ബാക്കിയൊക്കെ സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടാവുക. IIT-യിൽ വന്നിട്ടുള്ള പ്രൊഫസേഴ്സ്, അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ശാന്തകുമാർ സാറ്, റിസർച്ച് സെൻറ്റർ ഉണ്ട് തലമടിയിലുള്ള സ്ട്രക്ചറൽ റിസർച്ച് സെൻറ്റർ, അവിടുത്തെ രാജാമണി സാറുമായിട്ടും ഒക്കെ അവരായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ അവരൊക്കെ വലിയ കാര്യം. ഞാൻ സിനിമയിലുള്ളതാണല്ലോ, തമിഴ് സിനിമയിലെ. അവർ നോക്കുമ്പോൾ ഞാൻ അവരുടെ ബാഗ് എടുത്തിട്ട് നടക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അത് അവിടെ നിന്നാണ് എനിക്ക് പഠിക്കാൻ വേണ്ടത്. അപ്പം ഞാൻ അവരെന്നെ എനിക്ക് കൺസ്ട്രക്ഷൻ്റെ എല്ലാ ബാലപാഠങ്ങളും പഠിപ്പിക്കുകയാണ് ശരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ പെട്രോൾ ബങ്കുകളുടെ റൂഫിലായിരുന്നു. അതിനകത്ത് സ്പെസിമെൻ BBC-ൻ്റെ ഇത് ഞാനാണ്, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ അന്നത്തെ സ്പാൻ കൂടിയ UC കോളേജ് സ്റ്റേഡിയം ചെയ്ത ഞാനാണ്. തുഞ്ചൻപറമ്പിലെ കൂത്തമ്പലം രമേശിൻ്റെ ആർക്കിടെക്റ്റിൽ നമ്മളുണ്ടാക്കിയ സ്റ്റീൽ സ്ട്രക്ചറിൽ ഞാനിവിടെ ആറന്മുള എല്ലായിടത്തും പോയി പഠിക്കുമായിരുന്നു. ഞാൻ ലോകം മുഴുവൻ അന്ന് കറങ്ങുമായിരുന്നു. US പോകുമ്പോൾ ഞാൻ 2 റൂട്ട് എടുക്കും. മറ്റേ അറ്റ്ലാന്റ വഴി പോകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റിലൊക്കെ ഇറങ്ങി കൺസ്ട്രക്ഷൻ കാണുമായിരുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ സിംഗപ്പൂർ ഇറങ്ങി ആ സ്പേസ് ഫ്രെയിംസ് എങ്ങനെയാണ് എയർപോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിന് സ്പെഷ്യലൈസ്ഡായി സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. കോതാട് പള്ളിയൊക്കെ എൻ്റെ വർക്കാണ്. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് എനിക്കുണ്ടായപ്പോൾ ഞാൻ കയറി പഠിക്കും. ഞാനിതിനകത്തേക്ക് അന്ന് ഒരുപാട് ആർട്ടിക്കലുണ്ട് ഇരുമ്പിൻ്റെ ലോകത്തിലെ താരം എന്നൊക്കെ പറയും. ഞാൻ വർക്ക് ചെയ്യും ഇതിനകത്ത്, ലേഔട്ട് ചെയ്യും, എല്ലാം ചെയ്യും. ആർട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ തിയേറ്റർ യൂസ് ചെയ്തു. അതിനെ ഞാൻ പിന്നീട് പല കാര്യത്തും പല സ്ഥലത്തും ഞാൻ പല രീതിയിലും പല ഫോമിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും PT-ക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നൊരു ഡാൻസ് ഡ്രാമ ഉണ്ടാക്കിയ, മിമിക്രും ഡാൻസും വെച്ചുണ്ടാക്കിയ പൊളിറ്റിക്കലി എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഷിയാസിന് വേണ്ടി ലാസ്റ്റ് ചെയ്തു. ഞാൻ wherever I get chance, I explore my art. I export my thinking. I explore that. അതേപോലെ തന്നെ ഞാൻ അതിന് സിനിമയുടെ ഗ്ലാമർ ആവശ്യമില്ല. ഗ്ലാമർ അല്ല, I'm in search of space to explore things actually. I'm in search of it. ഇപ്പോൾ ഞാൻ ഇന്ത്യ വിഷനിൽ ഇരിക്കുമ്പോൾ നികേഷ് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ആർട്ട് ആൻഡ് പൊളിറ്റിക്സ്, സിനിമയും പൊളിറ്റിക്സുമായിട്ടുള്ള ഒരു നേരം പോക്ക്, ഈ ട്രോള് തുടങ്ങിയത് ഞങ്ങളാണ് അവിടെ. ആ പ്രോഗ്രാം നേരം പോക്ക് എന്ന് പറഞ്ഞാൽ 2006-ലെ ഇലക്ഷന് സിനിമയിലെ ക്ലിപ്പ് എടുത്തിട്ടും അന്നത്തെ സമകാലികനോടും പറഞ്ഞിട്ട് എൻ്റെ പ്രോഗ്രാമായിരുന്നു നേരം പോക്ക്. ഞാൻ ഭയങ്കര ഹിറ്റായിരുന്നു. അത് കാരണം എന്നെ ബ്രിട്ടാസ് വിളിച്ച് ഫുട്ബോളും സിനിമയും ചേർന്നിട്ട് എനിക്കൊരു സാധനം ഉണ്ടാകും, നേരെ പോലെ എന്ന് പറഞ്ഞ് ബ്രിട്ടാസ്. വേറെ ചോദ്യമൊന്നുമില്ല. അതിൻ്റെ ഒരുപാട് DVD ഉണ്ടായിരുന്നു ഫുട്ബോളിൻ്റെ വെച്ചിട്ടുള്ള. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ ഫുട്ബോൾ മാനിയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 2006 ചെയ്യാം. പിന്നെ ഏഷ്യാനെറ്റിലേക്ക് കൂടി വന്നു ക്രിക്കറ്റ്.
അങ്ങനെ സിനിമയുടെ ബിഗ് സാധനങ്ങൾ. അങ്ങനെ ഞാൻ ടെലിവിഷൻ അവതാരകരായിട്ട് മാറി. അപ്പോൾ ഞാൻ ടെലിവിഷനിൽ അന്ന് കുറേ നാൾ ഇങ്ങനെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലും തിരിച്ചും എൻ്റെ 2005 ഇതിനെ പാരലായിട്ട് ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുന്നു, അക്കാഡമിയുടെ മെമ്പറാവുന്നു, അക്കാഡമിയിലെ ഫിലിം ലിറ്ററസിയുടെ ഇൻചാർജ് ആവുന്നു. ഞാൻ അവിടെ നിന്ന് ചാടി ഇവിടെ വന്ന് കൊച്ചി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മക്ബൽ മുഫിനെ കൂടെ വന്ന് ലോഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആലോചിച്ച് സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം, അത് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ഇടുക്കിക്കൊണ്ട് റിലീസായപ്പോൾ ഇപ്പോൾ ബേസിൽ ഇപ്പോഴുള്ള ബിബിൻ ഒക്കെ ഇല്ലേ, അവരൊക്കെ അതിനകത്ത് ഈ ലിറ്റിൽ മാസ്റ്റേഴ്സിലുള്ളവരാ. അങ്ങനെ 2014 ഇവിടെ ഒരു മീറ്റിംഗ് കൂടെ ഈ മുമ്പിലുള്ള. അപ്പോൾ ഈ ബേസിലും ഈ പറഞ്ഞ വിവരമുണ്ട്. കാരണം ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഇവൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നു, ഞങ്ങൾ അന്ന് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയില്ല, അതൊരു ഷോർട്ട് ഫിലിം മേക്കേഴ്സായിരുന്നു. അന്ന് അത് ഞാൻ ആ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്തു. 2016 ആയപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് മാറി. അവിടെയായി എൻ്റെ കംപ്ലീറ്റ് പ്രവർത്തന മേഖല. അവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, അതിനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതെനിക്ക് കോവിഡ് സമയത്ത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു, അതിന് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റി. 2024 ഞാൻ ആദ്യത്തെ ബുക്ക് ഇറക്കി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറഞ്ഞൊരു ബുക്ക്. അത് കൂടുതലായി അപ്പോൾ ഞാൻ സിനിമയുടെ വിഷ്വൽ ലിറ്ററസിയുടെ പ്രോഗ്രാമിൽ ഞാൻ 2012 തുഞ്ചൻപറമ്പിൽ ലോഞ്ച് ചെയ്തു. അതെനിക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരാനായിട്ട് ഒരു കാര്യമായി. ഇമേജിനെ വായിക്കാനും അതിനെ സയൻറ്റിഫിക്കായിട്ട് കാണാനും വിഷ്വൽ ദൃശ്യഭാഷ സാക്ഷരത അതെൻ്റെ ഒരു പെഡഗോജിയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അതിനെ എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ് സിനി സിൻഡെക്സ്, ദാറ്റ് ഗ്രാമർ ഓഫ് വിഷ്വൽ മീനിങ്. ഇറ്റ്സ് എ ന്യൂ അപ്രോച്ച് ആക്ച്വലി ഇൻ ഫാൻ ബേസിക്കലി ഓൺ സിമിയോട്ടിക്സ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഫർദർ ടു ഇറ്റ് ആക്ച്വലി ഞാൻ അതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമാറ്റിക് ഗ്രാമർ, അറബിക് സിനിമാറ്റിക് ഗ്രാമർ എന്ന കൾച്ചറൽ സൈക്കോളജിനെയും അഫക്റ്റ് തിയറിനെയും ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിറ്റിക് ഫോം, അത് AI ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ AI ഉപയോഗിച്ചിട്ട് എയിലൂടെ വന്നിട്ടുള്ള AI സപ്പോർട്ട് ചെയ്യും നമ്മൾ, AI അസിസ്റ്റൻറ്റ് ആയിട്ടുള്ള. എൻ്റെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് AI വന്നിട്ടുള്ള ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിലൂടെ നമുക്ക് റിസർച്ച് ചെയ്യാൻ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാൻ സാധിച്ചു AI. കാരണം ഒരുപാട് റിസർച്ച് പേപ്പേഴ്സുകൾ എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നതിലേക്ക് എനിക്ക് വന്നിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റി. പല കാര്യങ്ങളെ എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചു ആ സമയങ്ങളിൽ. കൂടുതൽ ഞാനൊരു അത് തന്നെ പുതിയ തലങ്ങളിലേക്ക് എൻ്റെ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന എൻ്റെ സബ്ജക്റ്റിനെയും എൻ്റെ ഞാനപ്പോൾ സിനിമയുടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ 2000, അതിനെ മുഴുവൻ ഞാൻ തിരിച്ച് അതിലേക്ക് ഫീഡ് ചെയ്തു എയിലേക്ക്. Then I integrated that neuroscience and affect theory and cultural psychology. So every culture you can actually how you affect the cinema now. Now you are ഒരുപാട് നമ്മുടെ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ കയറുകയാണ് ഇപ്പോൾ മറ്റൊരു നിന്ന് മാറി. സോ ദർ ഇസ് എ ഗ്ലോബൽ തോട്ട് ആൻഡ് ദർ ഇസ് എ ലോക്കൽ തോട്ട്. മനസ്സിലായില്ലേ? സോ ദ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട് നമ്മുടെ. അപ്പോൾ ആ കൾച്ചറൽ സൈക്കോളജി ഓൾവേസ് ടീച്ച് ദാറ്റ് ആക്ച്വലി. ബേസിക്കലി ഇപ്പോൾ വാഴയിലെല്ലാം നമുക്ക് കാണാവുന്ന ഒരു കൾച്ചറൽ സൈക്കോളജി ട്രെൻഡാണ്. ദാറ്റ് ന്യൂ ജെൻഡർ വന്നിട്ടുള്ള അവർക്ക് ഉണ്ടാവുന്ന അവരുടെ ലൈഫിനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതൊരു കൾച്ചറൽ സൈക്കോളജിയാണ്. യെസ്, basically and where we can analyze cinema through affect theory, how actually what you do, what effect it's happening to you is further to the cognitive theory. ശരിക്കും ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്താനായിട്ട് ഇപ്പം സിനിമ ഒരു ബ്രേക്ക് എടുത്ത് ഇതിലേക്ക് വന്നതിനെ കുറിച്ച് പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ എന്തായിരുന്നു ഒരു ഇൻസ്പയർ ആയത്? അത് സിമ്പിൾ തിങ്. സിനിമകൾ കാണുന്നു, ഫെസ്റ്റിവലിൽ പോകുന്നു. അങ്ങനെ ഫെസ്റ്റിവൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഈ ഫെസ്റ്റിവലിൽ ഇത്തരം കാര്യങ്ങളാണല്ലോ ചെയ്യേണ്ടേ, ഇതെവിടെ മിസ്സാവുന്നു. പക്ഷേ ബ്യൂറോക്രസിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. ഞാൻ ഇവിടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ ചാടി പുറത്ത് വന്നാണ് കൊച്ചി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ ലോഞ്ച് ചെയ്തത്. അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വന്നിട്ട് ബ്യൂറോക്രസി വന്നിട്ട് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക്. അപ്പം നമ്മളിതിനെ ഒരു സിനിമയെ പഠിക്കുകയും സിനിമ കാണുകയും കൂടെ പോകുമ്പോഴും പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന്. അത് നമ്മൾ ജനകീയമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഞാൻ സിനിമയായിട്ട് മലയുടെ അടുത്ത് മമ്മദ് വന്നെങ്കിൽ മല മമ്മദിൻ്റെ അടുത്ത് ചെല്ലുന്ന പോലെ ഞാൻ ഈ ഫിലിമുകളായിട്ട് ക്യാമ്പസ് ടൂർ, ഞാനൊരു 200ഓളം ക്യാമ്പസിൽ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ 2005 തൊട്ടിട്ട് 2010
ഞാൻ 2007 തൊട്ട് 2008 എൻ്റെ 1 ഇയർ പ്രോജക്റ്റ് 60 ക്യാമ്പസ്, 60ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 60 ക്യാമ്പസിൽ ഞാൻ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ലോഹിദാസ്, എല്ലാ ഡയറക്ടേഴ്സിലെ ലാൽ, അന്നത്തെ എല്ലാ മലയാളം സിനിമയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ തയ്യാറെടുത്ത സിനിമകളൊക്കെ ഉള്ളാക്കാൻ സുരേഷ് ഗോപിയുടെ കൂടെ കാണിച്ച് ഇവിടെ കുട്ടിക്കാനത്തുള്ള ഒരു ക്യാമ്പസിൽ അദ്ദേഹം വരികയും ചെയ്തായിരുന്നു. ഞാൻ ഒരുപാട് ഫെസ്റ്റിവൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ഫെസ്റ്റിവൽസ് ലൈക്ക് ഹിരോഷിമ, നാഗസാക്കി, അവിടെ നിന്നുള്ള ഈ വാർ വിക്ടിംസിൻ്റെ ഒരു ഷിപ്പ് വന്നായിരുന്നു ആക്ച്വലി നല്ല. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുകൊണ്ട് ആൻറ്റി വാർ ഫിലിം ഫെസ്റ്റിവൽ നമ്മളിവിടെ ചെയ്തായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഭരതൻ ഫെസ്റ്റിവൽ, KGR ഫെസ്റ്റിവൽ, പത്മരാജൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ പലതരം ഫിലിം ഫെസ്റ്റിവൽസ് ചെയ്തു. അവസാനം ചെയ്തതാണ് കൊച്ചി മെട്രോ മോഹൻലാലുമായിട്ട് ചേർന്ന് ചെയ്ത ഇപ്പോൾ 10 വർഷമായിട്ട് നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. വേർ ആക്ച്വലി വി പുട്ട് വിഷ്വൽ ലിറ്ററസിക്ക് മുമ്പിലേക്ക് വെച്ച് സിനിമ ഈസ് നോട്ട് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ലൈക്ക് വിമൺ എംപവർമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻസ് ആൻഡ് യൂത്ത് എംപവർമെൻറ്റ്. നമ്മുടെ ആ ഫെസ്റ്റിവലിൽ 2014 ഫെസ്റ്റിവലിൽ ഒരു വുമൺ സെക്ടർ തന്നെ ഒരു ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു വലിയൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ പേപ്പറിൽ ഒരു 1 ഫുൾ പേജ് ഞങ്ങളുടെ ഇതുണ്ടായിരുന്നു. ഐ സെൻഡ് യു ദാറ്റ്. ഈ വുമൺ ഫിലിം മേക്കേഴ്സിൻ്റെ വന്നിട്ട് 2014 15 ജാനുവരിയിൽ 14 തുടങ്ങി 15 എഴുതുന്നത്. ഐ കുഡ് ഡു ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഫാക്ട് ആക്ച്വലി. ഐ എക്സ്പ്ലോർ ലൈക്ക് ബൈക്ക് റാലി. അങ്ങനെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഫാൻറ്റസി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ബൈക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ബൈക്ക് റാലി ചെയ്തു, ഫ്ലാഷ് മോബ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, നോൺ ആൾക്കാർക്ക് DJ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. I love to explore things. But 2016 തൊട്ട് എൻ്റെ പ്രവൃത്തി മണ്ഡലം മിഡിൽ ഈസ്റ്റായിട്ട് മാറി. ഞാൻ അതിന് പല കാരണം ഞാൻ പോവേണ്ടി വന്നു. മനസ്സിലായ, ഞാനിവിടെ വിടേണ്ടി വരുമ്പോൾ ഞാൻ വിടും. പക്ഷെ ആ വിടുന്നത് ഞാൻ അവിടെ പോയി അപ്പോൾ ചെയ്യും. ഞാൻ നാട് വിട്ട് പൂനെ പോയപ്പോൾ ഞാൻ അതിന് അവിടെ ചെയ്യും. അവിടെ ഞാൻ അതുമായിട്ട് പരിചിതമായിട്ട് അവിടെ നിന്ന് എനിക്കൊരു പുതിയ മാർഗങ്ങളുണ്ടായി. ഒരുപക്ഷെ ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം ഡാൻസിൽ വളരില്ലായിരുന്നു. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. നമ്മൾ ആ നിമിത്തത്തിനെ കണ്ടെത്തുക, നമ്മൾ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 2016 PT വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതും ഇവിടെ. അതിനുശേഷം അതിജീവിതയുടെ ഞാൻ ഇവിടെ ചെയ്യുമ്പോഴാണ് സമരം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2017 തിരിച്ചു വന്ന് ഞാൻ ഒരു അറേബ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ ചെയ്തായിരുന്നു, കോഴിക്കോട് 1 മാസം നീണ്ടു നിൽക്കുന്ന. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മറ്റേ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സത്യാഗ്രഹം ഇവിടെ ഇരുന്നത്. അത് കുറച്ച് എനിക്ക് ആൻറ്റിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ട ഗതികേടായിരുന്നു. എൻ്റെ എല്ലാ പ്രവൃത്തി കൊണ്ടും ഞാൻ അവിടെ തന്നെ ആക്കിയിട്ട് സേഫ് അതാണെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നടക്കില്ല പല പോലും. അത് കാരണമായിരുന്നു. അതെനിക്ക് അവിടെ വളർത്താൻ സാധിച്ചു. ഞാൻ പറയാം, അറബിക് സിനിമാറ്റിക് ഗ്രാമർ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി. ഞാൻ അതിൻ്റെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഈ ഡിസംബറിൽ അതിന് പിന്നില് എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ബേറി പോളിടെക്നിക്കിൽ 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തു. അതിന് പിന്നിൽ സിനിമ എല്ലാവരിലും എത്തിക്കുക, അല്ലെങ്കിൽ ആക്ടിങ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ഞാൻ ആക്ടിങ് അല്ല, ഞാൻ ഫിലിം മേക്കിംഗ് ആണ്. ഞാൻ ബേസിക്കലി ആക്ടർ ആയെന്നല്ലേ ഉള്ളൂ. ഞാൻ ആക്ടിങ്, സിനിമ മേക്കിംഗ് ആണ്. ഞാൻ സിനിമയുടെ ആസ്തറ്റിക് സിനിമ സ്റ്റഡീസ് ആയിരുന്നു ആദ്യം ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ സാങ്കേതികത്വത്തിനെയും ടെക്നോളജി വളർന്നപ്പോൾ ആ ടെക്നോളജീനെ എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ നിക്കോൺ ഈസ് അവർ ഇമേജ് പാർട്ട്ണർ, നിക്കോൺ ജപ്പാൻ മിഡിൽ ഈസ്റ്റ്. ഞങ്ങൾ എല്ലായിടത്തും അവരാണ് എനിക്ക് എല്ലാ സ്പേസ് എല്ലാം തരുന്നത്. ഓൾ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിൽ, ഓൾമോസ്റ്റ് ഓൾ ദ ഗൾഫ് കൺട്രീസിൽ ഞാൻ. അപ്പൊ സാർ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും, ഐ മീൻ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിക്കണമല്ലോ. ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ എത്താൻ പറ്റില്ലല്ലോ. ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ മുമ്പിലല്ല പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് പോകുമ്പോൾ എനിക്ക് സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പ്രക്രിയയിലായിരുന്നു. പഠനവും പഠിപ്പിക്കലും അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യലും എന്നുള്ള ഒരു പ്രക്രിയയിലാണ് ഞാൻ
ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ചാടി ഇപ്പം നാളെ എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കേണ്ടി വന്നാൽ ഞാൻ അവിടെ നിന്ന് വേറൊരു മെട്രോമാൻ പൊസിഷൻ നമ്മുടെ ജീവിതത്തിനോടനുസരിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യും. നമ്മൾ ദാറ്റ് ഈസ് ഹൗ അവർ ലൈഫ് ഈസ്. നമ്മളിവിടെ എങ്ങനെയാണ്, നമ്മളാരും ചപ്പാത്തി കഴിച്ചിരുന്നവരല്ല. അല്ല, ഇവിടെ ഒരു ക്ഷാമം വന്നപ്പോഴത്തേക്കാണ് ചപ്പാത്തി ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അറിയാതെ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതിന് മുമ്പ് ഇവിടെ പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ കൊറോണ കഴിഞ്ഞാൽ ഇപ്പൊ ഗ്യാസ് ഉണ്ടായില്ല. ഇപ്പൊ നിങ്ങൾ വിറകിൽ രണ്ടാമത് ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇല്ലേ? ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിറക് വെച്ചവരെ പലരും, ഞാനൊരു ആർട്ടിക്കിൾ വെച്ച് അവരെ വട്ടാന്ന് പറഞ്ഞിരുന്നവരുണ്ട്. അവരിപ്പോ ഭയങ്കര ആളായിട്ട് മാറി. ഇപ്പോഴോ സാഹചര്യങ്ങളെ നമ്മൾ സർവൈവ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ. കാരണം നമ്മൾ പഠിച്ചു പോയി. കാരണം കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു, അല്ലേ? പ്രകൃതി നമ്മൾക്ക് പലപ്പോഴും കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമുക്ക് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്. അവൻ എങ്ങനെ വന്നിട്ട് കടലയാത്ര ചെയ്യാൻ തുടങ്ങി? അതിജീവനത്തിലൂടെയാണ് മനുഷ്യനാകാം. അവനങ്ങനെ ആ ഒരു നമ്മളിലുണ്ട്. നത്തിങ്, ഇറ്റ്സ് എ ബേസിക് ഇൻസ്റ്റിങ്. സി വിഷ്വൽ ലിറ്ററസി ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ഫോർ വിഷ്വലാണ്. കേപ്പ് പെയിൻറ്റിങ് തൊട്ടിട്ട് ഞാനത് പഠിപ്പിക്കുന്നത്. പാറ്റേൺസിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആദ്യത്തെ എഴുത്ത് ഭാഷ എന്ന് പറഞ്ഞാൽ കുനായാണ്. ഓക്കെ, അത് ആദ്യത്തെ സ്റ്റോറി, റിട്ടേൺ സ്റ്റോറി ഗിൽഗമേഷിൻ്റെ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. മെസപ്പൊട്ടാമിയ ഏരിയയിലുള്ള ലയൺസ് ലെയർ. ഓക്കെ, അത് ആ കഥ തന്നെയാണ് ഇപ്പോഴും വിടുന്നത്. ദ ഹീറോ വർഷിപ്പ് എവറിത്തിങ്. സോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് മെയ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. യു ഷുഡ് വാച്ച്, BBC-യുടെ. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും അതിൻ്റെ ക്ലിപ്പ് യൂസ് ചെയ്യാറുണ്ട്. 2007 ഉള്ള സാധനമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ വന്ന എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഹൗ ആക്ച്വലി സിനിമ തൊട്ടിട്ടുള്ള ഈ ആർട്ട്, എവറിത്തിങ്, ആക്ച്വലി ഓൾ സിവിലൈസേഷൻ ആർട്ട് അതിനകത്ത് ബാധ. ഇപ്പോൾ 12ാം നൂറ്റാണ്ടിലൊരു ടെമ്പിൾ ഉണ്ടാക്കുമ്പോഴാണ് ആദ്യത്തെ ദ തേർഡ് വേവ് ഈസ് ആക്ച്വലി ഹ്യൂമൻ റേസ് നമുക്ക് ഉണ്ടാക്കുന്ന 3 വേവ്. ഫസ്റ്റ് വേവ് വാസ് അഗ്രികൾച്ചർ വേവ്. അതിന് മുമ്പ് നമ്മൾ പോയി കിട്ടുന്നതൊക്കെ തിന്നും, അതല്ല. പക്ഷെ അവൻ തുടങ്ങിയത് അതിന് കാരണം വന്നിട്ട് മെസപ്പൊട്ടാമിയയിലെ ഒരു ടെമ്പിൾ പണിയുമ്പോഴായിരുന്നു. ആ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ആദ്യം ഫാമിങ് തുടങ്ങുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത് പഴയ ഇറാഖിൻ്റെ ആ ബോർഡർ ഒരു ടെമ്പിളിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരുപാട് തൗസൻഡ് ഇയേഴ്സിന് ശേഷമാണ് ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് വേവ്, ഇൻഡസ്ട്രിയൽ വേവ് ഉണ്ടായി. ദാറ്റ് ചേഞ്ച് ലോട്ട് ഓഫ് തിങ്സ്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രൊഡക്ടിവിറ്റി സ്ലേവ്സാണ് എങ്കിലും ഒരു മിഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ബട്ട് വിത്തിൻ 200 years നമ്മൾ ഇൻഫർമേറ്റഡ് തേർഡ് വേവിലേക്ക് കയറുവാണ്. മനസ്സിലായോ? സോ എവറിവെയർ യു ക്യാൻ സീ ദാറ്റ് ആർട്ട് പ്ലേസ് എ ബിഗ് റോൾ. ലൈക്ക് ഡാവിഞ്ചി ഇവിടെ വർക്കുകളിൽ വന്നിട്ടുള്ള ഈവൻ വന്ന സ്റ്റീം എഞ്ചിൻ ഉണ്ട്, അനോട്ടമി ഉണ്ട്. ഓക്കെ, സോ ആർട്ട് റിയലി ഇൻഫ്ലുവൻസ് എ ഹ്യൂമൻ ബീയിങ്. It's in the brain. It's our brain is designed for that. Maybe some people have a skill to reproduce it, but people who enjoy it, they are also an artist because they identify it. ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ആക്ച്വ റിലേഷൻ ടു ഇറ്റ്. സോ ഇറ്റ് ഈസ് ദെയർ വിത്തിൻ യു. യു ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ് ഇഫ് യു ഹാവ് സ്കിൽ. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പാട്ട് മനസ്സിൽ പാടും, മനസ്സിലായ എല്ലാവരും പാട്ട് ആദ്യം അവനൊരു പാടിയ തെറ്റണെങ്കിൽ അപ്പം കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് പാടാൻ പറ്റിയൊന്നുമില്ല. That skill you don't have, reproduction actually. But does it mean you are not an artist? Because when you are enjoying, you are an artist. So now, that's what I wanted to tell you actually. This Gen Z, the most powerful generation. എൻ്റെ ജനറേഷനേക്കാളും നിങ്ങളുടെ ജനറേഷനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദ മോസ്റ്റ്, ഈ എല്ലാ ജനറേഷനോടും കൂടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ദേ ആർ ദ മോസ്റ്റ് ആക്ച്വലി ദേ വിൽ റെവല്യൂഷനൈസ് ദിസ് ഏരിയ. ദേ വിൽ ഡെഫിനറ്റ്ലി. കാരണം അവരുടെ തിങ്കിങ്, അവരുടെ രീതികൾ, അവരെല്ലാത്തിനെയും വളരെ ഈസി ആയിട്ട് കാണുകയാണ്. നിങ്ങൾ മറ്റേ എൻ്റെ ഒരു കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഈ
സ്വത്ത് തർക്കങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവരിലുണ്ടാവില്ല. മറ്റത് സിബ്ലിങ്സുകൾ തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. അതൊരു തകർച്ച ഉണ്ടായ എൻ്റെ തലമുറയിലാണ്. അതിനു മുമ്പ് കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിന് തകർന്ന് അതിന് വേണ്ടിയിട്ടുള്ള ദുരാഗ്രഹങ്ങളിലൂടെ അന്യോന്യം സ്പ്ലിറ്റ് ഉണ്ടായി. ഈ കഴിഞ്ഞ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 80-ലാണ് അത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലൂടെ അന്ന് പത്മനാഭൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശരിക്കും എന്നുള്ള ഈ പറയുന്ന അവൻ്റെ സെൻറ്റിമെൻസിനെ മറക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങുവാണ്. അത് രൂക്ഷമായിട്ട് വരുവാണ് ഇങ്ങോട്ടേക്ക്. തീർച്ചയായിട്ടും മോഹൻലാലിലേക്ക് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ വിനുവിൻ്റെ പടമൊക്കെ ആയിരുന്നു. ഫാമിലി പ്രശ്നങ്ങളും മനസ്സിലായില്ല. അതായിരിക്കും ഒരുപാട് സിനിമകളിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഈ സ്വത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളും ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇത് തന്നെയാണ് ഇതിനകത്ത്. ഇപ്പം ഈ പടത്തിലും ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചോളം വന്നിട്ട് അതൊരു വിഷയമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ന്യൂജൻ എങ്ങനെയാണ് സിനിമയിൽ അതെങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? ഐ മീൻ സിനിമ വാട്ട് ഈസ് സിനിമ? There are two types of cinema. Okay, two types of cinema you can call it. ഒന്ന് നമ്മൾ കാണാത്ത ഒരു ലോകത്തിനെ സംവിധായകൻ ഒരു പ്രത്യേക നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്ന ഒരു ലോകം. മറ്റൊന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ലോകത്തെ നമ്മൾ ശ്രദ്ധിക്കാത്തവയെ നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പം മനസ്സിലായി, അതാണ് ഒരു സിനിമ സംവിധായകൻ്റെ വന്നിട്ടുള്ള ദൗത്യം. അവൻ അതാണ് ചെയ്യുന്നത്, ഒരു യഥാർത്ഥ സിനിമാ ദൗത്യം ചെയ്യുന്നത്. Of course, this entertainment is there actually, but I'm telling you, more academically, if you watch a cinema, then you see Tarkovsky പോലുള്ളവർ അല്ലെങ്കിൽ ബഹുമാനെ പോലുള്ളവർ അവരുടേതായ ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു തരാണ്. അന്യോന്യോണിയെ പോലുള്ളവർ. അതേ സമയത്ത് പല റിയലിസ്റ്റിക് ലൈക്ക് ഇപ്പം സത്യജിത്രയായാലും മക്ബബഫ് ആയാലും അവർ നമുക്ക് ചുറ്റും നടക്കുന്ന റിയലിസ്റ്റിക് കാര്യങ്ങളെ നമ്മൾ കാണാത്തവ ഇപ്പം ചുമലതുരി ഒക്കെ ആയിട്ടുള്ള അവർ നമ്മളിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. സോ ഇത് വളരെ ഈ ടെക്നോളജിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അന്ന് ആസ്തറ്റിക്സ് ആൻഡ് ലൈക്ക് ഇൻ്റലക്ച്വാലിറ്റി മാത്രമാണ് കൂടെ ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ടെക്നോളജിയാണ് മോർ ആക്ച്വലി റൂളിങ്. കാരണം ടെക്നോളജിയിലൂടെയാണ് ഇവർ എല്ലാത്തിനെയും കാണാൻ ശ്രമിച്ചത്. അതിൻ്റെ സൗന്ദര്യാത്മകത മാറി. അതെ, ആസ്തറ്റിക്സ് ബ്ലെൻഡഡ് വിത്ത് ടെക്നോളജി. അന്നേരം ഇന്റലക്ച്വൽ ബ്ലെൻഡിങ് വിത്ത്. അപ്പോൾ ഈ പത്മരാജൻ സിനിമകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ, പത്മരാജൻ സിനിമകളിൽ കാണുന്ന ഒരു ആർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതൊരു സൗന്ദര്യാത്മകത ഉണ്ടല്ലോ, അത് ഇപ്പം പുതിയ സിനിമകളിലെ ടെക്നോളജിയും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ബ്ലെൻഡ് ചെയ്യുന്നത്? പലരും പത്മരാജന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. പത്മരാജൻ്റെ ഞാൻ പത്മരാജൻ സാറിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ റാഫി മെക്കാട്ടിൻ പത്മരാജനെ ഒരുപാട് പഠിച്ച ആളാണ്. അപ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ആ വർക്ക്ഷോപ്പിൽ വന്ന ക്ലാസ് പത്മരാജൻ്റെ പടത്തിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കോമഡി സിനിമകളുടെ അടുത്തിരുന്ന് ഇവരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല നേരത്തെ ഉള്ള വിശ്വവാദങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് കള്ളം പവിത്രൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. പല സിനിമകളിലും വന്നിട്ടുള്ളതിനകത്ത് ഇവർ മിക്കവാറും ഇവിടുത്തെ റൈറ്റേഴ്സ് മുഴുവനും പഠിച്ചിരുന്നത് പത്മനാഭനെയും ലോഹിതദാസിനെയും MTനെയും അല്ലാണ്. യഥാർത്ഥത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പത്മനാഭനാണ്. പത്മനാഭനെ ഇവിടെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംവിധായകർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് എഴുത്തുകാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര്. നിങ്ങളിപ്പോൾ കാണുന്ന വ്യത്യസ്തമായ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ പത്മനാഭൻ്റെ ഒരു ഫാനായിരുന്നിരിക്കും അവർ. അദ്ദേഹം വന്ന് അത് ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അന്ന് ഞാൻ ഈ തിങ്കളാഴ്ച നല്ല ദിവസം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കൂടി കാണാൻ പറ്റിയത് ഇത്ര
ഡീപ്പായിട്ടാണ് നമ്മുടെ മാറ്റങ്ങൾ. അമ്മ തൻ്റെ ഭർത്താവ് മരിച്ച ആ സ്ഥലം വിട്ടു പോകാൻ തയ്യാറല്ല. പക്ഷെ മക്കൾ ഭാഗം വെച്ചപ്പോൾ അത് ആർക്കെങ്കിലും വിറ്റുപോയാലും അവരെ സംബന്ധിച്ചുള്ള ആ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് 80. ആ മാറ്റങ്ങളുടെ തുടക്കത്തിന് ഒരു ഫാമിലിയുടെ സ്ട്രക്ചർ തകരുന്നതിനെ എത്ര യാഥാർത്ഥ്യമായിട്ടാണ് അന്ന് കാണിച്ചറിയാം. ചേട്ടനിയന്മാരിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും, അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ നമ്മൾ കാണാതെ, അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ വന്നിട്ട് പല സിനിമയിലും നമ്മൾ കാണാൻ പറ്റും. പരപ്പനാൻ്റെ കഥകളിൽ ഒരുപാട് ഗ്രാമങ്ങളുടെ കഥകൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ കഥകൾ എനിക്ക് തോന്നുന്നത് പപ്പനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പട്ടിയൊക്കെ ഗ്രാമം തൊട്ടായാലും തകരയായാലും എല്ലാം വന്ന് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഒരുപാട് പറഞ്ഞു. അത് നമുക്കൊരു 70-ൻ്റെ 80 ദ മോസ്റ്റ് അവർ ഇൻ്റലക്ച്വലായിട്ട് ഒരുപാട് വളർന്നതാണ്. കാരണം ലോകത്ത് നടന്ന എല്ലാ ഇൻ്റലക്ച്വാലിറ്റിയെയും മനസ്സിലാക്കാനും സംഗ്രഹിക്കാനും അതിൻ്റെ ചർച്ചകളിൽ പങ്കെടുത്തവരാണ്. കാരണം അവരെ ഞാൻ അന്തം വിട്ട് കണ്ടാണ് ഞാൻ ആ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാനൊരു സ്റ്റുഡൻറ്റിനെ പോലെ കണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനും എനിക്ക് കിട്ടിയ ഭാഗ്യം, ഞാൻ പിന്നീട് അതിൽ നിന്ന് എനിക്ക് സംസ്വീകരിച്ച് എനിക്ക് ടെക്നോളജിയിലേക്കും വരാൻ സാധിച്ചു. ആ ടെക്നോളജി എനിക്ക് വന്നിട്ടുള്ളത് അതിനെയും എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അപ്പോൾ എൻ്റെ ഇതെല്ലാം റിഫ്ലക്റ്റഡ് ഉണ്ട്. മാറ്റത്തിനൊപ്പം സാർ അങ്ങനെ വരുമായിരുന്നു. ഞാനത് യാത്രയല്ലേ, നമുക്കറിയില്ലല്ലോ നമുക്ക് മുമ്പിൽ എന്താണ് ചേച്ചേക്കടാന്ന്, നമുക്ക് മുമ്പിൽ എന്ത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ ഞാൻ അതിലൊരു സാധനം ഉണ്ട്. ഇനിയൊരു സാധനം മുന്നിലുണ്ടെങ്കിൽ സാർ അതിനനുസരിച്ച് മാറാനും ഞാൻ തയ്യാറാണ്. അതാണ് പറഞ്ഞത്, അത് ഒരു കാര്യമുള്ളൂ, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് ഉണ്ട്. അത് ദാറ്റ് എക്സാക്ട്ലി അതിനകത്തൊരു ഭയങ്കര സംഭവമുണ്ട്, അറിയാമോ? ഏകത്വത്തിൽ ജ്ഞാനത്വം എന്ന് പറയുന്നത് തന്നെ ഏകത്വം ഉണ്ട്, അതിൽ ജ്ഞാനത്വം ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മാറ്റമില്ലാത്തതിലൊരു മാറ്റം, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാറ്റമില്ലാത്തത് മാറ്റം ഇല്ല എന്ന് ഒരു സ്ഥായിയായ ഭാവം അതിനകത്തുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഫുൾ ബ്ലാക്ക് ആൻഡ് ഫുൾ വൈറ്റ്, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇതാണ് ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഉണ്ടല്ലോ അതിൻ്റെ കാര്യം മനസ്സിലായി. ചൈനീസ് ഇതാണ് കളിയുങ്ങിനെല്ലാം വന്ന് ഇൻസ്പയർ ചെയ്ത ഫ്രോയിഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റിനെയും ഇതിലാണ് ഫുൾ ബ്ലാക്ക് ആൻഡ് ഫുൾ വൈറ്റ്. നിങ്ങൾ കളറിൻ്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടാണ്. പക്ഷെ ഫുൾനെസ് എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. ഇതും ഫുള്ളാണ്, അതും ഫുള്ളാണ്. സോ ബേസിക്കലി ഉണ്ടല്ലോ, ദിസ് ഈസ് ഹൗ തിങ്സ് ആർ ഹാപ്പനിങ്. സോ ഇന്ത്യയുടെ പവർ അതിനകത്ത് നിൽക്കുന്നത് ഈ ഏകത്വമുണ്ട്. അത് ഈ ഇന്ത്യൻ സിനിമാറ്റിക് ഗ്രാമറിലുണ്ട്. അതാ ദിസ് ഈസ് ഹൗ ദിസ് ഈസ് ആക്ച്വലി വന്നത്. അപ്പോൾ അത് ഇന്നവിറ്റബിളാണ്. നമ്മൾ വി ആർ പാർട്ട് ഓഫ് ദി സ്പേസ്. ഓക്കെ, യു നോ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ടൈം ആൻഡ് സ്പേസ്. സിനിമ അതിലാണ് നിൽക്കുന്നത്. ആൻഡ് ദ വേൾഡ് യൂണിവേഴ്സ് ഈസ് ഓൾസോ ടൈം ആൻഡ് സ്പേസ്. സ്പേസ് അക്കോമഡേറ്റ് എവറിത്തിങ്. You are there, I am here, this phone is there, that chair, എല്ലാത്തിനും അക്കോമഡേറ്റ്. ഇപ്പം ടൈം ഇപ്പോൾ 11:46 എങ്കിൽ 47 എക്സിസ്റ്റ് ചെയ്യില്ല, 45 എക്സിസ്റ്റ് ചെയ്യില്ല. This is how things actually. You should realize. ചിന്തിക്കുമ്പോൾ അങ്ങനെ അത്രയും ഭയങ്കര സീരിയസ് കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മോസ്റ്റ് സിമ്പിൾ തിങ്. ഞാൻ പറഞ്ഞത് ഇതൊരു സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ അത് തന്നെയാണ് നമ്മളെല്ലാത്തിനും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കിട്ടുന്നില്ലല്ലോ, കിട്ടാണ്ടൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ ആരും അതിൻ്റെ ഭാഗമല്ലാതെ അല്ല ജീവിക്കുന്നത്. ചിലത് നമ്മൾ മനഃപൂർവ്വം മറക്കുക, ചിലത് നമ്മൾ ചിന്തിക്കുക, ചിലപ്പോൾ നമ്മൾ ഓർക്കാതിരിക്കുക. അത്ര തന്നെ, മനഃപൂർവ്വം തന്നെ. നമുക്ക് നമ്മളെന്താണെന്ന് നമുക്കറിയാം. പക്ഷെ പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മറന്നുകൊണ്ട് തന്നെ ചെയ്യുക, അല്ലേ? അപ്പം പിന്നെ അത് തന്നെയാണ് എപ്പോഴും സംഭവിക്കാറ്. നിങ്ങളിത് പുതിയതായിട്ട് ആദ്യമായിട്ട് കേൾക്കണമായിട്ടൊന്നും ഭാവിക്കണ്ട. എല്ലാവർക്കും ഇതറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊന്നും ഒരു പുതിയ സംഭവമല്ല. നമ്മളതിനെ വന്നിട്ടുള്ള അതല്ലേ ആ ഒരു സാധനമാണ് നമ്മൾ നോക്കണ്ടേ. നമ്മൾ സൗകര്യപൂർവ്വം പലതിനെയും നമ്മൾ മറക്കും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് തെറ്റാ ചെയ്യണത്. എന്നാലും നമ്മൾ അത്രയുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഒരു ഫാമിലി ഫോട്ടോ. ഇത് ഞാൻ എൻ്റെ അമ്മ
എൻ്റെ 2 ബ്രദർ, എൻ്റെ ബ്രദറിൻ്റെ മോൻ. ഒരുപാട് കേട്ട് അമ്മ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ട്. പാവം എൻ്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും പാവം അമ്മയാണ് ചീത്തയൊക്കെ എൻ്റെ ഫാദറല്ല. അത് അമ്മ എപ്പോഴും വന്ന് ഈ പേഷ്യൻസുമായിട്ട് നിൽക്കുമ്പോൾ അവരെപ്പോഴും വന്ന് എപ്പോഴും എൻ്റെ പ്രകടനം ഉണ്ടാകുമ്പോൾ ഡോക്ടർ മോനെ അവിടെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ എനിക്കറിയില്ല, ഞാൻ ആയതുള്ളൂ. എക്സാക്ട്ലി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ലുക്ക്. ഞാൻ പറഞ്ഞ ഞാൻ ആഫ്രോ ലുക്ക് എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ ഏറ്റവും ആ സമയത്ത് ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു ബ്ലാക്ക് മാജിക് വുമൺ സന്താനയുടെ. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫേവറേറ്റ് വാസ് പിങ്ക് ഫ്ലോയിൻ്റെ ബ്രിക്ക് ഇൻ ദ വാൾ. ഈ പറയുന്ന ഈ ആഫ്രോ ലുക്കെല്ലാം വന്നിട്ടുള്ളതിനധികം ആ സമയത്ത് വന്നിട്ടുള്ള റോക്ക് ആൾക്കാരുടെയൊക്കെ ലുക്കാണ്. ജിമ്മി ആൻഡ്രിക്സ് ഒക്കെ വന്നിട്ട് നിൽക്കുന്ന ആ ലുക്കൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ആഫ്രോ ലുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. യെസ്, ഇത് അഫ്കോഴ്സ് ഞാൻ ആക്ട് ചെയ്യാൻ അപ്പോഴത്തേക്ക് ആക്ടറായി. എൻ്റെ വിടുതലാകം റിലീസായി. അങ്ങനെ എന്നെ അശ്വരത് എന്ന് പറഞ്ഞ ബുക്ക് ശശിയേട്ടൻ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്നെ പടത്തിലധികം. ആദ്യത്തെ മലയാള പടം. ആ സമയത്താണ് അവരുടെ കല്യാണം 80s നടക്കുന്നത്. അപ്പോൾ ആ കല്യാണത്തിന് ഞാൻ പോയത്. അന്ന് രജനീകാന്തൊക്കെ ഉണ്ട് ഞങ്ങൾ ആ സമയത്ത്. അങ്ങനെ ഞാൻ തമിഴിലെ സാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അങ്ങനെ ശശിയേട്ടനായിട്ട് അന്ന് പിന്നെ ഭയങ്കര കാര്യം. എനിക്ക് ശശിയേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ്. കെ ബാലചന്ദ്രനും ശശിയേട്ടനും. ജോഷി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഞാൻ വളരെ ഭാര്യയാണ് സാറ്. ഇതെല്ലാം എൻ്റെ വളരെ ഫേവറേറ്റ് ആൾക്കാരിലുള്ള ആളാണ് ശരിക്കും. ആക്ച്വലി പൂച്ച സന്യാസി ഞാൻ ഒരുപാട് ചെയ്യേണ്ട, അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തായിരിക്കും വേണ്ടി. അങ്ങനെയാണ് രാജ്കുമാർ വരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ അനുരാഗ് കോടതിയിലൂടെ അദ്ദേഹത്തിൻ്റെ ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിൽ അതുകൊണ്ട് അധികം പടം ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ 2-3 പടം പുള്ളി വന്ന് വിട്ടുകളഞ്ഞാൽ ഞാൻ തമിഴിലുള്ളതുകൊണ്ടാണ്. പക്ഷെ ശശിയേട്ടനായിട്ട് ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര ആത്മബന്ധം തന്നെയായിരുന്നു. എന്നെ ഭയങ്കര കാര്യമായിരുന്നു 2 പേർക്കും, കെ ബാലചന്ദ്ര സാറിനും ശശിയേട്ടനും. അപ്പോൾ ശശിയേട്ടനെ പറ്റി ശശിയേട്ടൻ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും നല്ലൊരു ശശിയേട്ടൻ്റെ സിനിമകൾ നമ്മൾ പഠിക്കണം. കാരണം ആ സമയത്ത് ക്രൗഡിനെ വെച്ച് മാനേജ് ചെയ്യാനായിട്ട് കഴിവുണ്ടായിരുന്ന ഒരു ഏക ഡയറക്ടർ ശശിയേട്ടനായിരുന്നു. ഫുൾ ക്രൗഡിനെ വെച്ച് നോർമൽ വിളിക്കും, ഷോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് നിൽക്കുന്നതൊക്കെ പുള്ളി ഒരു ആർട്ടിസ്റ്റാട്ടോ. പുള്ളി ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു അതിനകത്തേക്ക്. അതേപോലെ തന്നെ കെ ബാലചന്ദ്രൻ. ഈ 2 പേരും എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഓഫ്കോഴ്സ് മുത്തുരാമൻ സാറ്, SP മുത്തുരാമനൊക്കെ എന്നോട് ഞാൻ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ എന്നെ ഒരു കുട്ടിയെ പോലെ കൊണ്ട് കിടക്കും. ഞാൻ എന്ത് ചെയ്താലും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ള എൻ്റെ അതേപോലെ തന്നെ ശശിയേട്ടൻ എൻ്റെ എന്ത് കുസൃതി തരമൊക്കെ വന്നിട്ട് സഹിച്ച് എന്നെയും കൂടി കിടക്കും. ആരൊക്കെ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് പുള്ളി അവനെ അറിയാത്തതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യും. അത് കെ ബാലചന്ദ്രൻ സാറും പറയും, ശശിയേട്ടനും പറയും. പലപ്പോഴും ഞാൻ എൻ്റെ ഇത് പലർക്കും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് എൻ്റെ പ്രവൃത്തി. അവർ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. അപ്പോൾ അതങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടേ എന്ന് ശശിയേട്ടൻ നന്നായിട്ട് വാദിക്കും. അതല്ല, അവൻ അങ്ങനെയല്ല, അവൻ ഇതാണ് എന്ന് എനിക്കറിയാം എന്ന് പറയും. അത് ശശിയേട്ടൻ അതിനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്നെ എപ്പോഴും വന്നിട്ട് ഭയങ്കര കാര്യമായിരുന്നു. എനിക്കത് നന്നായിട്ടറിയാം. എന്നെയും കാര്യമായിരുന്നു, എനിക്കും ശശിയേട്ടൻ്റെ കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു ശശിയേട്ടൻ്റെ അടുത്ത്. 2 പേര് എന്നെ ഇപ്പം ഞാൻ സൗമേന്ദ്ര റോയി അതേപോലെ ഉണ്ട്. പക്ഷേ ഒരു ഡയറക്ടറിൽ 2 ഡയറക്ടേഴ്സാണ്. അത് ക്യാമറമാനാണ്. അത് എനിക്കൊരു ഇൻ്റലക്ച്വൽ ഗുരുവായിട്ട് ഞാൻ സൗമേന്ദ്ര റോയിനെ കാണും. ഇപ്പോൾ എന്നെ വന്ന് വളരെ എല്ലാ കാര്യത്തിലും സഹായിക്കും. ഒരു സ്നേഹബന്ധം വേറൊരു ടൈപ്പിൽ. മുത്തുരാമൻ സാറിൻ്റെ എനിക്ക് അവിടെ ഞാൻ AVM പടങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫ്രീഡം ഉണ്ടായിരുന്നു. ഒരു അവരുടെയൊക്കെ ചെല്ലപ്പിള്ളി എന്ന് തന്നെ വിളിക്കുക ആക്ച്വലി എന്നെ. അത് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ കുസൃത്തരങ്ങളൊക്കെ അവർ അനുഭവിച്ചിരുന്നു. അത് വിട്ടടാ, അവൻ അങ്ങനെയല്ല, അങ്ങനെ ചെയ്തോട്ടെ, അവൻ പയ്യനല്ലേ പറയും. അങ്ങനത്തെ എല്ലാ രീതികൾക്കും എനിക്ക് ഗുണം കഴിക്കുന്നുണ്ടായിട്ടുണ്ട്. ഞാനങ്ങനെ എൻ്റെ ലൈഫിനെ
എനിക്ക് തോന്നുന്നതല്ലേ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയും എൻ്റെ ലൈഫല്ലേ. ഞാൻ നേട്ടത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം അത് ഞാൻ പിന്നീട് എനിക്ക് റിപ്പൻഡ് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് ഞാൻ വിട്ടുകളയും. ആ നേട്ടം വേണ്ട എനിക്ക്. വേറെ ഒന്ന് എനിക്ക് മുമ്പിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ ഐഡിയോളജിയിൽ ഞാൻ എപ്പോഴും ഉറച്ചു വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, അന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും ഞാൻ എന്നെ യാത്ര ചെയ്യുക. പക്ഷെ അതിൻ്റെ മാറ്റങ്ങൾ എനിക്കുണ്ടാവാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ അതിലേക്ക് യാത്ര ചെയ്യും. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അത് എൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്യാൻ ചെയ്യാറില്ല. അതെനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇതുവരെ അപ്പം അതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് പറയും അവൻ ഭയങ്കര കൺപിടുത്തക്കാരനാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിക്കാതിന്. അതല്ല, നമ്മളൊരു ഐഡിയോളജി ഉണ്ടാവണം. അതായിരിക്കും നമ്മളെ മുമ്പിലേക്ക് നയിക്കുന്നത്. നമ്മൾ പിന്നെ നമുക്കറിയാൻ പറ്റും മാറ്റത്തിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുമാണ്. നമ്മളെ മാറുകയില്ല എന്ന് പറയുന്നതല്ല, ഞാൻ മാറ്റത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മളതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് മാറാൻ പറ്റുള്ളൂ, യഥാർത്ഥമായിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മൾ ഉൾക്കൊള്ളാതെ, നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെങ്ങനെ മാറും? ആ മാറ്റത്തിനകത്ത് അർത്ഥം ഉണ്ടാവില്ല. അതിനകത്തൊരു ന്യായമില്ല, അതിനകത്തൊരു സിൻസിയാരിറ്റി ഇല്ല. നമ്മളെപ്പോൾ ഉൾക്കൊള്ളുമോ, ഒരു കാര്യത്തിന് മനസ്സിലാക്കുമോ, അപ്പോഴാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കുക. നമ്മളിപ്പോൾ ഭക്ഷണം എടുത്താൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വന്നിട്ട് ആ കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അവനെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ പറയാം. നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ഭക്ഷണമായിരിക്കും നമ്മൾ കഴിച്ചെങ്കിൽ പോലും വന്നിട്ട്. പക്ഷെ നമ്മൾ ആസ്വദിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ആ ടേസ്റ്റ് നമ്മളുമായിട്ട് പൊരുത്തപ്പെടുമ്പോഴാണ്. അത് നമ്മൾ ആസ്വദിച്ചിട്ട് കഴിക്കുക. നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഞാൻ ആസ്വദിക്കാനാണ് ശ്രമിക്കുക. കിട്ടിയ ലൈഫ് ഇത്രയും ഒറ്റ എണ്ണമുള്ളൂ. അതിനെ നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് that is most important actually. That is what actually we are supposed to do it. അങ്ങനെ ആസ്വദിക്കാൻ പറ്റട്ടെ ഇനിയുള്ള സിനിമാ ജീവിതം. ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അല്ല എപ്പോഴെങ്കിലും എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വിഷമം ഇല്ലാത്തൊരുത്തരൊന്നുമല്ല. നമ്മളിലുണ്ടാവും, നമ്മളിൽ പ്രതിബന്ധങ്ങളുണ്ടാവും, നമ്മളുടെ പ്രശ്നങ്ങളുണ്ടാവും. അതിലെല്ലാം നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കാം. ഞാൻ എല്ലാത്തിനെയും ചേർന്ന് പഠിക്കാനായിട്ട് ജീവിച്ചിട്ടുള്ള ഒരുത്തനാണ്. ഞാൻ വരുത്തിയെടുക്കും. ഇപ്പോൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ കാലങ്ങളുണ്ട് ശരിക്കും വന്നിട്ട്. എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹമായിരുന്നു. ഞാനതിനെ പഠിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ അമേരിക്കയിൽ പോയ സമയം ഞങ്ങളുടെ കമ്പനി നടക്കുന്ന സമയം എനിക്ക് ഇവിടുന്ന് പൈസ വെച്ചാൽ മതി. പക്ഷെ ഞാൻ മുഴുവനും ബസ്സിൽ യാത്ര ചെയ്തത് ഹിപ്പിയെ പോലെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. ഈ അമേരിക്കയിൽ ഗ്രഹമുണ്ട് ബസ്സിൽ. അങ്ങനെയാണ് ഞാൻ അമേരിക്ക കാണാൻ പോയത്. ഗ്രഹമുണ്ടല്ലോ ഞാൻ പോയി. അപ്പോൾ അവരെ വെച്ച് ഞാൻ ഒരു മെക്സിക്കനെയും മുടിയും ഗിടിയും ഒക്കെ ഭാവങ്ങളും കണ്ട് ഞാൻ വന്നിട്ട് അവരുടെ കൂടെ വന്ന് ബസ് സ്റ്റോപ്പുകളിൽ കിടന്നുറങ്ങിയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൗ ഡു ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ലൈഫ് ആക്ച്വലി? യു ലുക്ക് അറ്റ് ഇറ്റ് ആക്ച്വലി. ഇപ്പോൾ പ്രണവിനെ ഞാനാണോ വളരെ ലൈഫിനെ പുള്ളിയുടെ ജീവിതത്തിന് ഇഷ്ടപ്പെട്ട് ജീവിക്കുക, അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അയാളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈസ് മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺ ദാൻ മോഹൻലാൽ എന്ന് ഞാൻ പറയും. യെസ്. ആൻഡ് അത് ഒരുപക്ഷെ പുള്ളി ഒരു ഫിലോസഫിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം വന്നിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിരിക്കും. കാരണം സ്വന്തമായിട്ട് വന്ന് വേറൊരുത്തിന് വേണ്ടിയല്ല, അവൻ്റെ ആവശ്യത്തിന്, അവൻ്റെ ആഗ്രഹത്തിന് അവന് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വേറെ ഒന്നാണ്. നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വേണ്ടി മാത്രമല്ല, പലപ്പോഴും മനസ്സിലായോ? പലപ്പോഴും അത് നമ്മളിൽ ആ ഇൻസ്റ്റിക്റ്റ് ഉണ്ട്. ലൈക്ക് ആൺമയിലിനെ പോലെ. ആൺമയിൽ ഇങ്ങനെ വിടർത്തിയാണ് പെണ്ണിനെ ആകർഷിക്കാൻ പറ്റും. അത് അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. സ്വന്തം ആസ്വദിക്കുന്നതിനേക്കാളും കാണിക്കാനായിട്ടാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർഭാടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ അവിടെയാണ് സന്തോഷം, മറ്റുള്ളവരെ കാണിച്ച് നമ്മൾ ചെയ്യാനായിട്ടാണ്. ബട്ട് ദാറ്റ് ദ മോസ്റ്റ് പ്യൂറസ്റ്റ് തിങ് ഈസ് ആക്ച്വലി living for you. You enjoy your life. And he is the most luckiest. ഞാൻ പലപ്പോഴും ലാലിനൊന്നും അതേപോലെ ജീവിക്കാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം നേടിയിട്ട് ലാലിന് ഉണ്ടാക്കിയാൽ ഫ്രീഡം ഉണ്ടാവില്ല. പലപ്പോഴും പുള്ളി ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആൾക്കാരെ തെറിയാക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. പുള്ളി ഇതിൻ്റെ ആവശ്യത്തില്ല പ്രണവിന്. പക്ഷെ അതല്ല, പ്രണവിൻ്റെ ജീവിതം ജീവിക്കുകയാണ്.
അത് ഞാനങ്ങനെ കുറേ നാൾ ജീവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ബസ്സുകളിൽ അതാണ് ഹാപ്പി. ഞാൻ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ലൈഫ് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഒരു തോളിൽ സഞ്ചി ഇട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് അന്നത്തെയാണ്. അന്ന് ഈ പി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയാണ്. ഞങ്ങൾക്ക് ബീറ്റിൽസ് എല്ലാം വന്ന് ഇവിടെ മഹർഷിയുടെ കൂടെയൊക്കെ വന്ന് താമസിക്കാനായിട്ട് കാര്യം ഉണ്ടായില്ലേ. അതെല്ലാവരും ഈ രജനീഷിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന എല്ലാവരും ബില്യണേഴ്സാണ്. ഞാൻ പൂനെയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ബില്യണേഴ്സ്. അവരൊക്കെ വിട്ടിട്ട് വന്ന് പലരും അതൊക്കെ എത്തിയിട്ടുള്ളവരുണ്ട്. സയൻറ്റിസ്റ്റുകൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിലല്ലേ നിൽക്കുന്നത്. ദേ ഫൈൻഡ് ഹാപ്പിനെസ്, they feel bliss. That is most important. When you really get bliss, that everything is beautiful. അത് പലപ്പോഴും പലർക്കും കിട്ടാറില്ല. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആക്ച്വലി. അത് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അതാണ്, അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവണം. എല്ലാം നമ്മളുണ്ടാവുന്നത് നമ്മൾ വിചാരിക്കുന്ന പ്ലഷർ കിട്ടാനാണ് ആക്ച്വലി. ദ ബ്ലിസ് ഈസ് ആക്ച്വലി ദ മോസ്റ്റ് ഹയസ്റ്റ് ലെവൽ. എവറി ടൈം ഇറ്റ് ഈസ് ദർ. ഇൻ ദ 1000 lotus they call it actually. ഈ പിടവിന് അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. I just people should actually understand it. അതാണ് ലൈഫിനെ എൻജോയ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ മനസ്സിലാക്കണം. പുള്ളി ഒരു ചെറിയ സാധാരണ തണുപ്പത്ത് എല്ലാം വന്ന് അങ്ങനെ ടെൻറ്റിൽ കിടക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തിനേയും നമുക്ക് സ്വീകരിക്കാനായിട്ടും അതിലൊരു സന്തോഷം കണ്ടെത്താനും പറ്റണം. അവിടെയാണ് നമ്മൾ ജയിക്കുക. അതിന് കണ്ടെത്താൻ പറ്റിയാൽ കഷ്ടങ്ങൾ വരും. നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന, നമ്മൾ സ്നേഹിച്ചിരുന്നവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അവർ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇതെല്ലാം നമ്മളെല്ലാവരും അനുഭവിക്കാത്ത ആരുമല്ല. അതിനൊക്കെ കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിച്ചു വരുത്തനാണ് ഞാൻ. അതൊന്നും എന്നെ സംബന്ധിച്ചോളം വന്നിട്ട് അതെല്ലാം എനിക്കൊരു പാഠങ്ങളായിട്ട് പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കുണ്ടാവാൻ ആരും അതിൽ നിന്ന് ഇന്നോവേറ്റബിളല്ല, ആരുമല്ല. സോ I don't know why should I say these things. In fact, actually, this is nothing. ചിരിച്ച മുഖവും ചിരിച്ച ആ ജോയ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടോ, ഞങ്ങൾക്ക് അതേ കാണുന്നു. അതെ, ഞാനെപ്പോഴും അതങ്ങനെയല്ല. ഞാൻ അതിനെ എല്ലാത്തിനെയും അതിലൂടെ യാത്ര ചെയ്യുന്ന സമയം നമ്മൾ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ എൻ്റെ മദറിനെ മരിച്ച സമയം 1 വർഷം ഞാൻ പുറത്തിറങ്ങിയില്ല. ഇറങ്ങിയില്ല. ഞാൻ എല്ലാത്തിനും ഏകദേശം 1 വർഷം എനിക്കറിയാം. പക്ഷെ അത് എനിക്ക് ഞാനങ്ങനെ അല്ലാതെ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ പറയാത്ത പലരുടെയും വേർപാടുകൾ എനിക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രദർ, അങ്ങനെ പലതും. അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ചോളം വന്ന് ഞാനല്ലാതെ എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, അതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചേക്കണേ. അതാണ് എനിക്ക് കിട്ടിയേക്കണേ. എനിക്ക് ഇപ്പോഴും വന്നിട്ടുള്ളതിനകത്തേക്ക് എന്ത് കാര്യത്തിനകത്തേക്ക് വന്നിട്ടുള്ള ഹാപ്പിയായിട്ടും അതെല്ലാം എനിക്ക് ഗുണങ്ങളാണ് ചെയ്തേക്കണേ. അത് ഞാൻ പറഞ്ഞത്. നമുക്ക് ഉണ്ടാവുന്ന എന്നല്ല, അല്ലാതെ ജീവിതത്തിൽ സൗഭാഗ്യം അല്ലെങ്കിൽ സുഖങ്ങൾ മാത്രമായിട്ട് ഒരു മനുഷ്യനും ഒരിക്കലും ഉണ്ടാവില്ല. എവ്രിബഡി ഹാസ് ടു ഫേസ് ആക്ച്വലി obstacles actually. But how you recover from it, or actually അതിനെ എങ്ങനെ നിങ്ങൾ താണ്ടി പുറത്ത് കിടക്കുന്നു എന്നുള്ളതെല്ലാം വന്നിട്ട് it depends upon it. So don't think in that way actually. I live my life and I'm happy. Thanks to my Almighty. That's what. So what else you want to know? Thank you so much. Okay, thank you. പങ്കുവെച്ചു. Okay, thank you.